ചുവടുകൾ വെച്ചാണ് നമ്മൾ മുമ്പോട്ട് കയറുന്നത്. അടുത്ത ചുവട് നമ്മൾ വയ്ക്കണം. കഴിഞ്ഞ ചുവട് എവിടോട്ടാ വെച്ചത്? ഫലവത്തായിരിക്കുന്ന സെപ്റ്റംബർ മാസത്തിന്റെ 1-ാം തീയതി ഫലവത്തായ അവസ്ഥയിലേക്ക് നമ്മൾ ചുവട് വെച്ച് കയറി. As we step into the spirit, river of the spirit, we are talking about last week we heard about stepping into fruitfulness. We have to take steps as we step into the river of the spirit. മുമ്പോട്ട് നടക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ് ഈ ക്രിസ്തീയ ജീവിതം. Christian life is for those who want to move ahead. അവിടെ ഇരിക്കുന്നവർക്ക് വേണ്ടിയുള്ളത്. ഇരിക്കുന്നവരവിടെ ഇരിക്കട്ടെ. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ പോരാളികളായിട്ടാണ്, പടയാളികളായിട്ടാണ്. Those who are seated, let them be seated, but we are called We are as like soldiers of Christ. Hallelujah. Hallelujah. നമ്മൾ സോൾജിയേഴ്സ് ആകുന്നു. Today we are soldiers of Christ. Hallelujah. Hallelujah. നമ്മൾ സോൾജിയേഴ്സ് ആകുന്നു. We are the soldiers. പറയാം, നമ്മൾ സോൾജിയേഴ്സ് ആകുന്നു. We are the soldiers. Hallelujah. Hallelujah. ഇന്നത് ഉറപ്പിക്കുക. Be sure of it. നിങ്ങൾ വിശ്വാസികളല്ല, നിങ്ങൾ പടയാളികളാണ്. You all are not just കാരണം believers, നമ്മുടെ but you're മുമ്പിൽ പോകുന്നത് warriors. രാജാവാകിയാൽ രാജാവിനെ പിൻപറ്റുന്നത് കൊണ്ട് നമ്മളും രാജാക്കന്മാരാണ്. Because our king is going ahead of us and we are following him, and so we are also kings. രാജാവ് നമ്മളെ വിളിക്കുന്നത് അവന്റെ മഹത്വത്തെ ദർശിക്കുവാനാണ്. The king has called us to behold his glory. എന്തുകൊണ്ടാണ് ശലോമോന് 300 ഭാര്യമാരും 700 വെപ്പാട്ടികളും 300 plus 700 പറഞ്ഞു? Why did Solomon the king have 300 wives and 700 concubines? എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന കല്യാണം കഴിച്ചവരോട് ഒരു ഭാര്യയെ കൊണ്ട് നടക്കാൻ ബുദ്ധിമുട്ടാ? അപ്പോഴാണ് ഈ 300 ഭാര്യമാരും പിന്നെ 700 വെപ്പാട്ടികളും. എന്തോ കാര്യത്തിന്? One wife itself is very hard to maintain. That Why is did he have nothing so else. many wives and concubines? വേറെ ഒന്നുമല്ല, ഒരു രാജാവ് എത്ര വലുതാണെന്ന് കാണിക്കുന്നതാണ്. It was just to show how glorious a king is. അയാള് ഒരു ദൈവത്തെ ആരാധിക്കാൻ ഒരു ടെന്റ് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു. ഒരു ചെറിയ പഴയതുപോലെ ഒരു സമാഗമന കൂടാമരം മതി. എന്തിനാണ് ഇത്രയും പ്രഷ്യസ് ആയിരിക്കുന്ന ഒരു ടെമ്പിൾ? എന്തിനാണ് ഇത്രയും വലിയൊരു ക്ഷേത്രം, ആലയം ഉണ്ടാക്കുന്നത്? To worship his God, he could have just made a tent, but why did he go for such a big glorious temple? അതെല്ലാം കാണിക്കുന്നത് രാജാവിന്റെ മഹത്വത്തെ കാണിക്കുന്നതാണ്. All these things show the glory of the king. അങ്ങനെയാണ് മിണ്ടാതിരിക്കുന്നതല്ല രാജാവിന്റെ മഹത്വത്തെ കാണിക്കുന്നത്. രാജാതി രാജാവായിരിക്കുന്ന യേശുവിനെ ആരാധിക്കുന്നവൻ വാകളെ തുറന്ന് അവന്റെ മഹത്വത്തെ പ്രസ്താവിക്കണം. And if that is the case, to worship the King of the Kings, you have to open your mouth and worship him. ആലയത്തിൽ വരുന്നവൻ ആലയം കണ്ട് ആശ്ചര്യപ്പെട്ടു പോകും. ഇതെന്തൊരു വലിയ ആലയം! ആലയം കണ്ടിട്ട് അവർക്ക് ആശ്ചര്യമുണ്ടാകുകയാണ്. People coming to the temple are in awe of the temple itself. We are the living temple of God. ദൈവത്തിന്റെ ചലിക്കുന്ന മന്ദിരങ്ങളാകുന്നു നമ്മൾ. And so we are the living temples of God this day. എന്നിട്ട് നമുക്കൊരു ചലനവുമില്ല. നമ്മൾ ജീവനറ്റവരായിരിക്കുകയാണ്. നമ്മൾ മറ്റുള്ളതിന്റെ പുറകെ ഓടുകയാണ്. എവിടെ? ജീവനദിയിൽ കൂടി മുമ്പോട്ട് പോകാനാണ് നമ്മുടെ ക്ഷണം. But sadly we don't have any movement. We are like lifeless people going after things of the world. We are called to move in the river of the Spirit. For that you have to step into many activities in the river. ആ നദിക്കകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ ഓരോന്നിലേക്കും ചുവടുകൾ വെച്ച് കയറണം. There are many things that are happening in the river. One by one you have to step into them. ആ നദിയിൽ പ്രവേശിക്കുമ്പോഴാണ് കാലുകൾക്ക് മാൻപേടയുടെ ബലം ഉണ്ടാകേണ്ടത്. It is when you step into the river that you get the strength of a deer. സങ്കീർത്തനം 105-ാം അധ്യായത്തിന്റെ 36-37 വാക്യങ്ങൾ നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് ഇസ്രായേൽ ഗോത്രത്തിലെ ഒറ്റ ഒരുത്തന്റെയും കാല് ബലഹീനമല്ലായിരുന്നു. Psalm 105:37 says, none in the tribe of Israel had feeble. എന്താ കാര്യം? അവര് മിസ്രൈമിൽ നിന്ന് ഇറങ്ങുമ്പോൾ റോസ്റ്റഡ് ലാമ്പിനെയാണ്, അറക്കപ്പെട്ട കുഞ്ഞാടിനെ ചുട്ടു തിന്നു. That is because they had ate of the roasted lamb as they left Egypt. അവർ ചുട്ടു തിന്നത് അതിന്റെ രോമമോ അല്ലെങ്കിൽ അത്യാവശ്യമുള്ള ചില സാധനങ്ങളെ കളഞ്ഞു. ബാക്കി മുഴുവനും അറക്കപ്പെട്ട കുഞ്ഞാടിനെ പൂർണ്ണമായി അവര് റോസ്റ്റ് ചെയ്ത് തിന്നപ്പോൾ അവരുടെ ശരീരത്തിനകത്ത് ബലം ഉണ്ടായി. When they ate all the parts of the roasted lamb, there was strength in their body. Hallelujah. Hallelujah. നമ്മൾ ഭക്ഷിക്കുന്നത് ആരെയാണ്? കർത്താവിന്റെ മേശയിൽ വരുമ്പോൾ നീ ഭക്ഷിക്കുന്ന ആരെയാണ്? Whom are you partaking of? രാജാതി രാജാവായിരിക്കുന്നവൻ നമുക്ക് വേണ്ടി ഭക്ഷണമായി തീരുകയാണ്, പാനീയമായി തീരുകയാണ്. The King of Kings is becoming food and bread for us. ആമേൻ. 40 വർഷത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് അവർക്ക് ശക്തി വരുന്നതെങ്കിൽ അതിനോട് ചേർന്ന് വരുന്ന ചില അത്ഭുതങ്ങളെ കണ്ട് റോസ്റ്റഡ് ലാമ്പ് കഴിച്ചു കഴിയുമ്പോൾ നിന്റെ ചെരുപ്പ് തേയത്തില്ല.
Although the strength was for 40 years of journey, there are other miracles that happened alongside. Your sandals did not wear out. എലീജ കുഞ്ഞങ്ങോട്ട് ഉണ്ടായപ്പോഴാണ് ഈ മിസ്രൈമിൽ നിന്നുള്ള ഇറക്കി യാത്രയെങ്കിൽ 40 വർഷമാകുമ്പോൾ അവന്റെ ദേഹത്ത് കിടന്ന് ഷർട്ടും വലുതാകുകയാണ്, അവന്റെ ഉടുപ്പുകളെല്ലാം അതിനോട് ചേർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. Imagine even the children who were born when they left, as they grew up, their shirts and their clothes are also growing along with them. എന്താണ് ദൈവം ചെയ്തത്? 105 സങ്കീർത്തനത്തിന്റെ 35, 36, 37 വാക്യങ്ങൾ നോക്കുമ്പോൾ അവർ പുറത്തേക്ക് റോസ്റ്റഡ് ലാമ്പിനെ തിന്ന് അറുക്കപ്പെട്ട കുഞ്ഞാടിനെ തിന്ന് പുറത്തേക്ക് വയ്ക്കുമ്പോൾ കാലുകൾക്ക് ബലമുണ്ടാകുന്നത് പോലെ തന്നെ അവരുടെ ഹെൽത്ത് റെസ്റ്റോർഡ് ആകുന്നത് പോലെ തന്നെ അവരുടെ വെൽത്തും റെസ്റ്റോർഡ് ആയി തീർന്നു. Even as they ate the roasted lamb and stepped out of Egypt, as their body received strength, as their feet received strength, their wealth also increased. Once you were unproductive, ഒരു ഉൽപാദനക്ഷമതയും ഇല്ലാതിരുന്ന നിന്നെയാണ് ഇപ്പോൾ ഉൽപാദനക്ഷമതയിലേക്ക് അവൻ നടത്തുന്നത്. You were once unproductive, but now the Lord is leading you into productivity. So understand that you have to step into the productivity. ഉൽപാദനക്ഷമതയിലേക്ക് നീ കാലുവെച്ച് കയറണം. You must step into productivity. ഇന്ന് ഓണമാന്ന് പറഞ്ഞോട്ട് അങ്ങനെ മിഴുങ്ങിയാൻ പറഞ്ഞിരിക്കുന്നത് നിന്റെ ഉൽപാദനക്ഷമതയിലേക്ക് കാലുവെച്ച് കയറണം. Today you must step into productivity. Hallelujah. നമ്മൾ ഫെസ്റ്റിവൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുക, കർത്താവായവൻ ജീവിതത്തിൽ വന്നിട്ട് നമുക്കൊരു ആഘോഷവുമില്ല. We are celebrating our festivals, but we don't have any celebration because the Lord has come into our lives. It is always good. ഞാൻ അതിനൊന്നും എതിരൊന്നുമല്ല. ആമേൻ, ആഘോഷിച്ചോ. പക്ഷേ നിന്റെ അകത്ത് വന്ന രാജാവാരാണെന്നറിയാതെ, നിനക്കകത്ത് വന്നിരിക്കുന്ന മഹത്വം എന്താണെന്നറിയാതെ നീ അവിടെയും ഇവിടെയും കറങ്ങിത്തിരിഞ്ഞ് നടക്കേണ്ടവനല്ല നീ. It is okay to celebrate, but if you don't recognize the King of Kings and the glory that has come into you, you are not supposed to wander around here and there. എടാ, പോസ്റ്റ്മാൻ എടുത്തു തരണമെങ്കിൽ നിനക്കൊരു അഡ്രസ് വേണ്ടായോ? If the postman has to deliver a letter, you need to have an address. കുറഞ്ഞ പക്ഷം ഇലക്ട്രിക് പോസ്റ്റിന്റെ നമ്പറേലും നീ ഓർത്തിരിക്കേണ്ട, അതിന്റെ ചോട്ടി കൊണ്ട് താന്നതിലും പറയണ്ടായോ? At least you should remember the number of the electric post in front of your house. നിനക്കൊരു അഡ്രസ്സും ഇല്ലാതെ കറങ്ങി നടന്ന എങ്ങനെ വെക്കുന്നത്? നിനക്കൊരു അഡ്രസ് ഉണ്ടാക്കി തന്നവനാണ് ഈ കർത്താവ്. The Lord has given you an address. Don't roam around without an address. Hallelujah. Hallelujah. നിന്റെ എഴുത്ത് നിന്റെ കയ്യിൽ കിട്ടണമെങ്കിൽ നീ ഇരിക്കേണ്ടടുത്ത് ഇരിക്കണം. If you want to receive your letter, you have to be seated where you are supposed to be seated. ചില എഴുത്തുകൾ വരുന്ന കണ്ടില്ലേ, അതിന്റെ ഉടമസ്ഥനെ അവർ കൊടുക്കത്തുള്ളൂ പോസ്റ്റ് ഓഫീസിൽ നിന്ന്. Certain letters are handed over only to the owner. അവര് പറയാം അങ്ങനെ അവിടെ ഇവിടെയും കൊടുത്തേച്ച് പോകാനൊക്കത്തില്ല, കാര്യം നാളെ നിങ്ങൾ കംപ്ലൈന്റ് പറയാൻ കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ ജോലിക്ക് പ്രശ്നമാണ്. It is a problem for the postman if they deliver at the wrong address. നമ്മുടെ പോസ്റ്റ്മാൻ യേശുവാ. Our postman is Jesus. നമ്മുടെ ആമേൻ പോസ്റ്റ്മാൻ പരിശുദ്ധാത്മാവാണ്. Our postman is the Holy Spirit. ദൈവം നിന്നെ സ്നേഹിക്കുന്ന എഴുത്തുകൾ ധാരാളമായി എഴുതി അയച്ചുകൊണ്ടിരിക്കുമ്പോൾ നീ അതിന്റെ ആമേൻ ഇടയിലൊന്നും കേൾക്കാനില്ലെങ്കിൽ എവിടെ പോയിരിക്കും? The Lord is writing love letters and sending you, but if you are not found there, how would you receive them? മഹത്വത്തിന്റെ നദിയിലേക്ക് ഇറങ്ങുമ്പോൾ ചുവടുകൾ വെച്ച് മുമ്പോട്ട് കയറണം. As you step into the river of the Spirit, take steps and move ahead. Hallelujah. Hallelujah. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് stepping into the productivity. Today I want to speak to you about stepping into productivity. You are productive, but you don't know that you are productive. നീക്ക് ഉൽപാദനക്ഷമതയുണ്ടെന്ന് നീ അറിയാത്തതാണ് നിന്റെ പ്രശ്നം. The problem with us is that we don't realize that we have productivity. കഴിഞ്ഞ ആഴ്ച കേട്ടില്ലേ, നമ്മൾ ഉടനെ അതിനെ സെൽഫ് കയറ്റിയിട്ട് വേറെ സാധനമാക്കി മാറ്റിക്കളെ. നമ്മൾ അതിനെ ഞാൻ പറഞ്ഞല്ലോ, ഇൻഫ്ലുവൻസർ ആക്കി, മോട്ടിവേഷണൽ സ്പീക്കർ ആക്കി. നിന്റെ പ്രൊഡക്ടിവിറ്റിയെ പരിശുദ്ധാത്മാവിൽ ഏൽപ്പിക്കണം. We must hand over our productivity to the Holy Spirit. നിന്റെ ഉൽപാദനക്ഷമതയെ പരിശുദ്ധാത്മാവിൽ ഏൽപ്പിച്ചാൽ പരിശുദ്ധാത്മാവ് വ്യക്തമായി കൃത്യമായി ഇത് കൊണ്ടു നടക്കും. If you hand over your productivity to the Holy Spirit accurately and in the best way, the Holy Spirit will lead you. Deuteronomy, ആവർത്തന പുസ്തകം Deuteronomy 7-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ വായിക്കാം. Deuteronomy 7:14-15. Hallelujah. 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 നീ സകല ജാതികളെക്കാളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. വന്ധ്യനും വന്ധ്യയും നിങ്ങളിലാകട്ടെ, നാൽക്കാലികളിലാകട്ടെ ഉണ്ടാകുകയില്ല. അടുത്തത് സകല രോഗവും നിങ്ങളിൽ നിന്ന് അകറ്റിക്കളയും. നീ അറിഞ്ഞിരിക്കുന്ന മിസ്രൈമ്യരുടെ ദുർവ്യാധികൾ ഒന്നും നീ ഫേസ്ബുക്കിൽ കണ്ടത്, നീ വാട്സാപ്പിൽ കേട്ട ദുർവ്യാധിയില്ലേ, അത് മെഡിറ്റേറ്റ് ചെയ്തോണ്ടിരിക്കുക. ഓരോരുത്തരും ഇങ്ങനെ ഫോർവേഡ് ചെയ്തോണ്ടിരിക്കുക. നീ അത് വായിച്ച വല്ലവന്റെ ദുർവ്യാധികൾ നീ ഏറ്റുപിടിക്കരുത്. Hallelujah.
You shall be blessed above all people. There shall not be a female or male among you or your livestock that is barren. വല്ലവനും പരാജയപ്പെട്ട കഥകൾ കേട്ടിട്ട് നിന്റേതാക്കരുതേ അത്. You hear stories about failure and sickness on social media. വല്ലവന്റെ കുടുംബജീവിതം തകർന്നു പോയത് നിന്റെ കുടുംബത്തിലേക്ക് കേട്ടരുത്. If you are hearing about someone's life getting destroyed, don't invite it to you. വല്ലവന്റെ പിള്ളേർ പിഴച്ചു നടക്കുന്നത് നിന്റെ തലമുറയ്ക്കകത്തേക്ക് കേട്ടരുതെന്ന്. If someone's children have gone astray, don't invite it into your home. കാരണം എന്താണെന്നറിയോ, നീ സകല ജാതികളിലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കേണ്ട വ്യക്തിയാ. Because you are called to be blessed above all nations. ഞാൻ പറഞ്ഞല്ലോ, ഡ്യൂട്രോണമി എന്ന് പറഞ്ഞാൽ ഡീത്രോൺ യുവർ എനിമി. നിന്റെ ശത്രുവിനെ നീ പുറത്താക്കണം. Deuteronomy means dethroning your enemy. നീ നിന്റെ ശത്രുവിനെ തിരിച്ചറിയാത്തതാണ് നിന്റെ ഈ പങ്കപ്പാടിന്റെ എല്ലാ അവസ്ഥകൾ. The reason why you're suffering and struggling is because you haven't recognized your enemy. പലപ്പോഴും ശത്രു എന്ന് പറയുന്ന എതിർശക്തികൾ നിന്റെ സെൽഫിനെ കയറിപ്പിടി, ഞാൻ എന്ന് പറയുന്നത്, ഞാൻ എന്റെ എനിക്കെന്ന് പറയുന്ന സാധനത്തെ കയറിപ്പിടിച്ചേക്കുക. Often the enemy is coming and attacking yourself, and that's why you have so much of ego. അതുകൊണ്ട് എന്താ പറ്റുന്നു, വന്ധ്യത ഉണ്ടാകുകയാണ്, barrenness. And because your self is working, you are a barren. പ്രൊഡക്റ്റീവ് അല്ല, ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പ്രൊഡക്റ്റീവ് ആകുന്നില്ല. And hence you are not able to be productive. അവർ പറഞ്ഞു കേട്ടില്ലേ, വന്ധ്യനും വന്ധ്യയും നിങ്ങളിലോ നിന്റെ കന്നുകാലികളിലോ നാൽക്കാലികളിലോ ഉണ്ടാകത്തില്ലെന്ന് വാഗ്ദത്തമായത്. There is a promise that there shall not be male or female or even your livestock barren amongst you. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുകയാണ്, ക്രിസ്തുയേശു മുഖാന്തരം അബ്രഹാം പിതാവിൽ കൂടി നമ്മുടെ മേൽ വന്നിരിക്കുന്നതാണിത്. And the promise that is given in the Old Testament has come through us, through Abraham, through Christ. Hallelujah. Hallelujah. എന്ന് പറഞ്ഞ എന്റെ വീട്ടിലെ പട്ടിക്ക് പോലും ഈ വന്ധ്യത ഉണ്ടാകത്തില്ലെന്ന്. That means even the dog in my house will not be barren. നിന്റെ വീട്ടിലെ കോഴിക്ക് വന്ധ്യത ഉണ്ടാകത്തില്ലെന്നർത്ഥം. The chicken in your house will not be barren. Hallelujah. പിന്നല്ലേ നമ്മുടെ കാര്യം, നമ്മളിൽ ആർക്കും വന്ധ്യത ഉണ്ട് എന്ന് വെച്ചാൽ അൺപ്രൊഡക്റ്റീവ് ആയിട്ട് നീ ഇരിക്കരുതെന്നർത്ഥം. None of us can remain unproductive. മൂന്നാമത്തെ കാര്യം എഴുതിയിരിക്കുക, സകല രോഗവും നിന്നിൽ നിന്ന് അകറ്റിക്കളയുമെന്ന്. നീ ഒന്ന് മരുന്ന് കഴിച്ചിട്ട് പോകുന്നല്ല എഴുതിയിരിക്കുന്ന, കർത്താവ് നിന്റെ രോഗങ്ങളെ നിന്നിൽ നിന്ന് അകറ്റിപ്പിടിക്കും. That means the Lord will remove far away the sickness from you. നമ്മൾ രോഗം വരുമ്പോഴായിരിക്കും ഓർക്കുന്നത് രോഗമാണല്ലോ, കർത്താവ് രോഗത്തിൽ നിന്നെ അകറ്റിപ്പിടിക്കുവാൻ മതിയായവനാണ്. When a sickness comes, we realize, okay, we are sick, but the Lord is able to keep away sickness from you. യെശയ്യാ 53:5 കാണുന്ന അവന്റെ അടിപ്പിണരാനുള്ള സൗഖ്യം എന്ന് പറയുന്നത് രണ്ട് ഏരിയയിൽ കിടക്കുന്ന, ഇൻ യുവർ മൈൻഡ്, നിന്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന പഴയകാല വേദനകൾ, നെരിപ്പോടെ പോലെ കിടക്കുന്ന നിന്റെ അതിനകത്ത് എരിയുന്ന എരിച്ചിലുകൾ, നിന്റെ ശരീരത്തിലെ രോഗങ്ങൾ, ഇതെല്ലാം കർത്താവ് സൗഖ്യമാക്കിയിരിക്കുന്നത്. When Isaiah 53:5 says, by your stripes you are healed, it talks about the mind and the body. അതുകൊണ്ട് എഴുതിയിരിക്കുന്ന, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുക. മുറിവേറ്റതും തകർന്നതും രണ്ട് ശരീരത്തിന്റെയും മനസ്സിന്റെ അവസ്ഥകളെ കാണിക്കുക. He was wounded and he was punished. Both shows the state of our mind and our body. Why he is punished? എന്തുകൊണ്ടാണ് അവൻ അടിയേറ്റത്? നമ്മുടെ സമാധാനത്തിനു വേണ്ടി. Why was he chastised? For our peace. നമ്മൾ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടല്ലേ അവൻ ആടിയല്ല അവന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. He wants us to live in peace and joy, and that's why he took all the stripes on himself. I want to remind you, God hates barrenness. വന്ധ്യതയെ ദൈവം വെറുക്കുന്നു. Amen. The Lord hates barrenness. എന്താ വന്ധ്യത? What is barrenness? വന്ധ്യത എന്ന് പറഞ്ഞാൽ എന്തുവാ? ഒരു കാര്യവും നടക്കുന്നില്ല ജീവിതത്തിൽ, ഒരു കാര്യവും നടക്കുന്നില്ല. Barrenness means ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയായിരിക്കാം, ബിസിനസ് തുടങ്ങിയതായിരിക്കാം, ജോലിക്ക് പോയതായിരിക്കാം, പല കാര്യങ്ങൾ ചെയ്യുക. Barrenness means nothing is happening in your life. Hallelujah. Maybe you came to ministry, maybe you started doing business, but nothing is really happening in barrenness. Hallelujah. അൺപ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കാൻ നമുക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നും കേട്ടോ. ഞാനിത് പറയുന്ന സീരിയസ് മാറ്ററാണ്. 1-2 ദിവസം ശീലിച്ചാണ്ടല്ലോ ഒന്നും ചെയ്യാത്തത് രസകരമായിട്ട് തോന്നും. Sometimes if you're getting used to doing nothing, you will begin to enjoy that state. Whatever things you do it with the help of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ നീ എല്ലാം ചെയ്യണം. ഹല്ലേലൂയ. ഈ ബാരൻ വുമൻ
വന്ധ്യതയുള്ള സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാൻ പറ്റുമോ? Is it possible for a barren woman to give birth to a child? ഈ രാജാക്കന്മാരുടെ പുസ്തകം 2 രാജാക്കന്മാർ 2-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഞാൻ വായിച്ചു പോവുകയാണ്, പറഞ്ഞു പോവുകയാണ്. അവിടെ എഴുതിയിരിക്കുന്നത് കാണാൻ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമാണ്. പട്ടണമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അലക്കി തേച്ച് വസ്ത്രമൊക്കെ ഇട്ട് വരുന്ന കാണുമ്പോൾ എന്തോ ഭയങ്കര ഭംഗിയാ. In 2 Kings 2:19, there's something that looks very beautiful. നോക്കിയേ, ഈ പട്ടണത്തിന്റെ ഇരിപ്പം മനോഹരമായത്. The city is very pleasant. പക്ഷെ വെള്ളം എന്തുവാ? അൺപ്രൊഡക്റ്റീവ് ആണ്. വെള്ളത്തിനകത്ത് ഒരു ഗുണവുമില്ല. അത് കുടിച്ചാൽ ആൾക്കാർക്ക് ഉടനെ വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാക്കുക, ഛർദ്ദിക്കും ആൾക്കാർ. The city is good, everything looks good, but the water is bad. ഫലരഹിതമായ അവസ്ഥകൾ. And the ground is barren. അതാണ് വന്ധ്യത എന്ന് പറയുന്നത്. അത് ഇന്ന് പറയാം, അതെനിക്ക് വേണ്ട. We don't want barrenness. ഇന്ന് അവിടെ ഇരുന്നോണ്ട് പറയാം, എനിക്ക് അതുമായി യാതൊരു ബന്ധവുമില്ല ഈ വന്ധ്യതയുമായിട്ട്. I have no connection with barrenness. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നീ പറഞ്ഞ അതിനകത്ത് പ്രവേശിച്ച് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകട്ടെ യേശുവിന്റെ You നാമത്തിൽ. must declare it with your mouth and step into നീ productivity. പാർക്കുന്ന ദേശവും നിന്റെ ഭവനവും നീ ചെയ്യുന്ന വേലകളും പ്രൊഡക്റ്റീവ് ആയിരിക്കണം. The place where you stay, your house, your home, and everything that you do should become productive. You know, some are highly productive. ചിലരെ ഭയങ്കരമായ ഉൽപാദനക്ഷമതയുള്ളവരാണ്, സമയമില്ല അവർക്ക്. Some people are highly productive that they don't have time. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് പറ, എന്റെ അൺപ്രൊഡക്റ്റീവായ ഏരിയ ഞാൻ കർത്താവിന് ഇട്ടുകൊടുക്കുക, എന്റെ ദൈവം അതിന്റെ മേൽ പ്രവർത്തിക്കട്ടെ. Today tell the Lord, Lord, I'm handing over the unproductive area in my life. You please take over it. ആമേൻ. കഴിഞ്ഞ ആഴ്ചയിൽ നീ ഫലവത്തായ അവസ്ഥയിലേക്ക് കയറിയെങ്കിൽ ഇന്ന് പറ, ഈ മാസം എനിക്ക് പ്രൊഡക്റ്റീവ് ആയിരിക്കുന്ന സീസൺ കാണണം എനിക്ക്. Last week you heard about stepping into fruitfulness. Tell the Lord this. മഴയില്ലാത്ത കാലത്ത് നീ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നീ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. When it is raining, you must pray for rain. നമ്മൾ മഴ പെയ്യുന്നോണ്ട് ഇനി മഴ വേണ്ടെന്നല്ല പറയുന്നത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുത്ത മഴകൾക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. What do? When it's raining, we don't want any more rain. But when it is raining, you must അങ്ങനെ pray for the next ചെയ്യുന്നവർക്ക് rain. ബാരൻനെസ് ഇന്നുകൊണ്ട് നിന്റെ സകല വന്ധ്യതകളും യേശുവിന്റെ നാമത്തിൽ ഇന്നുകൊണ്ട് അവസാനിക്കണം. And so today your barrenness should end in the name of Jesus. ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. നമ്മുടെ കൈകളെ ആരും കെട്ടുന്നില്ല, നമ്മുടെ കാലുകളെ ആരും കെട്ടുന്നില്ല, പക്ഷെ നമ്മുടെ മനസ്സിനെ ചിലർ കെട്ടുന്നുണ്ട്, ചിലത് കെട്ടുന്നുണ്ട്. ഉള്ളൊരു കുഴപ്പം എന്താ പറയുക, പെട്ടെന്ന് രോഗം കയറി പിടിക്കും. ഒന്നും ചെയ്യാത്തവർ രോഗികളായി തീരും. The problem with unproductivity is that sickness will easily creep in. ഹല്ലേലൂയ. പ്രൊഡക്റ്റീവ് ആയിട്ടിരിക്കണം. അടുത്തിരിക്കുന്ന ആളോട് പറ, ഇന്ന് തൊട്ട് ദൈവം എന്നെ പ്രൊഡക്റ്റീവ് ആക്കാണ്. കാര്യക്ഷമതയിലേക്ക്, ഉൽപാദനക്ഷമതയിലേക്ക് ദൈവം എന്നെ കയറ്റിയാണ്. The Lord will help us step into ഞാൻ പറയട്ടെ, productivity. ഇന്ന് തൊട്ട് നിങ്ങളുടെ സകല ബാരൻനെസ്സും സകല വന്ധ്യതകളും ഇന്ന് അവസാനിക്കണം. Today your unproductivity should come to an end. നിന്റെ ഫലങ്ങൾ വരുവാൻ ഇനി 15 ദിവസങ്ങൾ അതൊരു കാലഘട്ടമാക്കി പ്രഖ്യാപിച്ചതിന് You must declare it as a period of your ഒരു productivity. കാലഘട്ടമായി അതിനെ പ്രഖ്യാപിക്ക്. Declare it as a season of productivity. ഹല്ലേലൂയ. Hallelujah. ഒരു കാലഘട്ടമായി പ്രഖ്യാപിക്കാൻ. Declare it as a season of productivity. 2025 കയറാൻ പോവുകയാണ്. എത്ര മാസമുണ്ട്? 4 മാസം ഇല്ല, ഇനി 3.5 മാസമേ ഉള്ളൂ. നിന്റെ കാലഘട്ടത്തെ നീ വിളിച്ചു വരുത്തുക. Just 3.5 months left and we are stepping into a new year. Declare your season with your mouth. നമുക്ക് നോക്കാം. 1 ശമൂവേൽ 1-ാം അധ്യായം. ഈ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ശമൂവേൽ ബാലൻ ഉണ്ടാകുന്ന കഥയാണ്. അതിന്റെ 1-ാം അധ്യായത്തിന്റെ 6 തൊട്ട് 19 വരെയുള്ള വാക്യങ്ങൾ വായിക്കാൻ സമയമില്ല. എങ്കിലും 6-ാമത്തെ വാക്യം വായിക്കുമ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഒരു പെനീന ഹന്നായെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരുന്നു. For Samuel, we know the story of Hannah. We know that there was a Penina who kept provoking Hannah. അവിടെ എഴുതിയിരിക്കുന്ന 1-ാമത്തെ വാക്യം നോക്കിയേ. കർത്താവ് അവളുടെ ഗർഭം അടച്ചിരുന്നതിനാൽ Because the Lord had shut her womb. എഴുന്നിട്ട് ഇവിടെ നിന്നേ, സ്റ്റാൻഡ് ദേർ, അവിടെ നിൽക്ക്. അതാണ് ദൈവം, അതാണ് ദൈവം. ഇതാണ് ഹന്ന. പെനീന എന്തോ ചെയ്തോണ്ടിരുന്നു? കുത്തിക്കൊണ്ടിരുന്നു. ഉണ്ടോ? എന്തൊരു ഇഷ്ടമായി പോയെന്ന് നോക്കിയേ. അഡ്വേഴ്സറീസ് ഉണ്ട് നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ. കം ബാക്ക്, മതി, ഇരുന്നു. അത് കഴിഞ്ഞു, അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അങ്ങ് ഇരിക്കുക. So if this is God and if I am Hannah, there was a Penina who kept provoking me and I reached God. നിങ്ങൾ ശ്രദ്ധിച്ച, പെനീന ആരാണ്? ഫലമുള്ള ആളാണ്. അവൾ കുഞ്ഞുങ്ങളുണ്ട്. Who is Penina? Penina is a fruitful woman. പക്ഷേ ഫലമില്ലാത്തവളെ നോക്കി ഫലമുള്ളവർ എപ്പോഴും കളിയാക്കിക്കൊണ്ടിരിക്കും. പരിഹസിക്കുക, ഹ്യൂമിലിയേഷൻ ആണത്.
But the fruitful one will keep on poking and humiliating the fruitless one. അഡ്വൈസറി കുത്തുന്ന വ്യക്തി നമ്മുടെ എല്ലാം ജീവിതത്തിനകത്ത് they will bring out the best out of you. നിന്റെ ജീവിതത്തിനകത്ത് ഒരു അഡ്വൈസറി ഉണ്ടെങ്കിൽ അവൻ നിന്റെ ജീവിതത്തിനകത്ത് ഏറ്റവും നല്ലതിനെ പുറത്തു കൊണ്ടുവരും. If you have an adversary in your life, he will poke you and bring out the best out of you. അല്ലെങ്കിൽ അവ നിന്റെ അകത്തുള്ള ഏറ്റവും നല്ലതിനെ ഇല്ലാതാക്കി കളയും. Otherwise, he will destroy the best in you. അവിടെയും ഡിസിഷൻ നമ്മുടേതാണ്. ഏറ്റവും നല്ലത് നിന്റെ പുറത്തേക്ക് വരാനാണ് ഈ പ്രതിയോഗി എന്ന് നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ അടുക്കലേക്ക് പ്രവേശിക്കും. If you believe that your adversary is working things out for your best, you will run to God. അല്ലാതെ സ്വയത്തിൽ പിടിച്ചിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്ടുകാരെല്ലാം എന്നെ കളിയാക്കുന്നു എന്ന് പറഞ്ഞ് നീ അവിടെ കുത്തിപ്പിടിച്ച് കരഞ്ഞിരുന്ന നിന്റെ അകത്തുള്ള ബെസ്റ്റ് പുറത്തു വരത്തില്ല. നിന്റെ ബെസ്റ്റ് നിന്റെ അകത്തിരുന്ന് ഇല്ലാതായി പോകും. But instead of running to God, if you're going to have self-pity and cry out there, the best in you will not come out, it will be destroyed. ആറാമത്തെ വാക്യം കണ്ടില്ലേ? കർത്താവ് അവളുടെ ഗർഭം അടച്ചതിനാൽ പ്രതിയോഗി അവളെ ബുദ്ധിമുട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. And because the Lord had closed the womb, her adversary kept provoking her 19ാമത്തെ severely. വാക്യത്തിനകത്ത് ശ്രദ്ധിച്ച് 19ാമത്തെ വാക്യം അവിടെ എഴുതിയിരിക്കുന്ന ഹന്നായെ എൽക്കാന പരിഗ്രഹിച്ചു. ആ മലയാളത്തിൽ പരിഗ്രഹിച്ചു എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ ശ്രദ്ധിച്ചാൽ ഹന്നായെ Elkanah knew her KNEW അറിഞ്ഞു എന്ന വാക്കാണ് എഴുതിയിരിക്കുന്നത്. But when you look at verse 19, we read that Elkanah knew. Her husband knew his wife. നോക്കി ന്യൂ എന്ന വാക്കാണ് ഹെബ്രായ ഭാഷയ്ക്കകത്ത് യാദ എന്ന വാക്കാണ്. യാദ അറിയുക. The word knew in Hebrew language is the root word is yada, which ഒന്നാം means അധ്യായം to know. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 2-ാം അധ്യായത്തിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് അവിടെ കാണാം ആഡം ന്യൂ ഈവ്. ആദാം മലയാളത്തിൽ ഇരിക്കുന്ന പരിഗ്രഹിച്ചത്, പക്ഷേ ന്യൂ യാദ ദേ കം ഫേസ് ടു ഫേസ്. മുഖം വന്നു അറിഞ്ഞു. In Genesis we read that Adam knew Eve, which means that they came face to face. പറഞ്ഞ വാക്ക് അറിയുക. അറിയുക. It means to യാഥ. know. Yatha. ഇതാണ് യോഹന്നാൻ 17-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഇരിക്കുന്നത്. പിതാവായ ദൈവം ആരാണെന്ന് നീ അറിയണം. പുത്രനായ ദൈവം ആരാണെന്ന് നീ അറിയുമ്പോൾ നിന്നിലെ പ്രൊഡക്ടിവിറ്റി സജ്ജമാകും. That is what is written in John 17:3. You must know who the Father is. You must know who the Son is. Then your productivity will be ഇത്രയും നാളും അറിഞ്ഞതുപോലെ ഇത്രയും നാളും എൽക്കാനയ്ക്ക് ഹന്നായെ അറിയാം. പക്ഷേ ഇന്ന് ദൈവസന്നിധിയിൽ വെച്ച് ഒരു പുതിയ അറിവിലേക്ക് നീ കയറണം. Until now, Elkanah knew Hannah, but in the presence of God, you have to come to a new level of knowing her. 6-ാം വാക്യത്തിന്റെ 19-ാം വാക്യത്തിന്റെ ഇടയിൽ ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. Between the verse 6 and verse 19, many things ഒരു കാര്യമാണ് എല്ലാ കൊല്ലവും അവർ ആലയത്തിൽ പോയിക്കൊണ്ടിരിക്കും. There's one thing to be mentioned is that every year they visited the temple. ഇവിടെ പ്രോബ്ലം എന്താണെന്നറിയാം? നിന്റെ പ്രൊഡക്റ്റീവ് ഏരിയയെ, നിന്റെ ഉൽപാദന ക്ഷമതയെ നശിപ്പിക്കുന്നത് മുഴുവനും നിന്റെ അനാവശ്യമായിരിക്കുന്ന വികാര തള്ളലുകളാണ്. What destroys your productivity is all your unwanted emotions and thoughts. ഈ മൂന്ന് കാര്യങ്ങളാണ് പിറവിറുപ്പിനകത്തൂടെ നിനക്ക് നഷ്ടമാകുന്ന മൂന്ന് കാര്യങ്ങളാണ്. 3 things you lose in murmuring. Every time when you murmur, you empower problems. Whenever you നീ ആമേൻ ഹല്ലേലൂയ നീ ഇങ്ങനെ പിറവിറുത്തോണ്ടിരിക്കുമ്പോൾ നീ എന്താ പറയുന്നത്? നിന്റെ പ്രശ്നങ്ങളെ ഊതി വീർപ്പിച്ച് വലുതാക്കിയ. Each time you murmur, you're blowing your problems out of proportion. അതുകൊണ്ടാണ് പാസ്റ്റർ ഞാൻ പാസ്റ്ററിനോടൊന്നും പറയാത്ത. അതല്ല പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്ത. അതല്ല, നീ അത് പ്രാർത്ഥിക്കേണ്ടവനോട് നീ പ്രാർത്ഥിക്കണം എന്നുള്ളത് വചനത്തിനകത്ത് കിടക്കുന്നുണ്ട്. യാക്കോബിന്റെ ലേഖനം 5-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം അനുസരിച്ചിട്ട് നിനക്ക് ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികളൊക്കെ വന്ന് പറഞ്ഞ് കൺഫസ് ചെയ്ത് കൗൺസിൽ വാങ്ങിച്ച് നീ പുറത്തിറങ്ങി വരേണ്ടത് നിന്റെ യോഗ്യതയാണ്. You say that I don't share anything to pastor because you think that I'm murmuring and blowing my problems out of proportion. ചർച്ച That is not so. നീ മെർമർ ചെയ്തോണ്ടിരിക്കില്ലെന്നാ പറഞ്ഞു. ചർച്ച വന്നിരിക്കുമ്പോ നീ പിറുപിറുത്തോണ്ടിരുന്നാൽ പ്രശ്നം വലുതാകും, കൈയും കാലും വെക്കും അതിന്. Instead of murmuring about your problems in the church, take your problems as per James 5:13 to your pastor, talk about it, confess it and come out of it. കൗൺസിലിംഗ് ആവശ്യമാണ്.
Those who are in trouble need counseling. പ്രശ്നമുള്ള വ്യക്തികൾക്ക് ഇടപെടൽ ആവശ്യമാണ്. You need an intervention. ചെറിയൊരു കാര്യമായിരിക്കും, അതിനെ അൺലോക്ക് ചെയ്തെടുക്കുമ്പോൾ നിന്റെ പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. Maybe it could be a small thing, but when the right person unlocks it, your productivity increases. എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒന്നര എൻ്റെ ആത്മീയ അപ്പൻ്റെ അടുക്കലോട്ട് പോയി ഇത് പ്രശ്നം പറയുന്നുള്ളതല്ല, അവിടോട്ട് പോയിരുന്ന് അവിടുത്തെ ആ അന്തരീക്ഷത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. If I have some problems, I take it to my spiritual father. When I sit with him in that atmosphere, all my problems are resolved. ഇതിന്റെ മധ്യത്തിൽ ഇരുന്ന് ഉറങ്ങി കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രശ്നം മാറുമോ? ജീവിതത്തിൽ ഒരു പ്രശ്നം മാറത്തില്ല. If you are sitting here and sleeping, your problems are not going to be solved. നിങ്ങൾ ഓർത്തു വയ്ക്കുക, നിങ്ങൾ ഇതിനകത്ത് വന്നത് ഉറങ്ങാനാണോ, സൗകര്യത്തിൽ AC കൊണ്ടിരിക്കാനാണോ, അതോ നീ ദൈവത്തോട് പ്രാർത്ഥിക്കാനാണോ ഇരിക്കുന്നത്? Are you sitting here to enjoy the AC or to pray to God? ഞാൻ എപ്പോഴും പറയുന്നത് ബൈബിൾ എന്തിനാണ് ഒരു ഇങ്ങനത്തെ ഒരു നമ്മുടെ കയ്യിൽ ഒരു പുസ്തകം ഇരുന്ന് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏത് ദിവസവും ഇതൊന്ന് മറിച്ചു നോക്കി കഴിഞ്ഞാൽ നിനക്ക് ആവശ്യമായിരിക്കുന്ന നിന്റെ പ്രൊഡക്ടിവിറ്റിക്ക് വേണ്ടിയുള്ള സാധനം അതിനകത്ത് പെട്ടെന്ന് എഴുന്നേറ്റ് വരും. If you write things down in a notebook, when you flip the pages, it will speak to you what you need at that moment. നാളെ അറിയത്തില്ല, നാളെ ഒരാൾ നിന്നെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരു വീട്ടിൽ വിളിച്ചാൽ തന്നെ അതിനകത്ത് പറയുന്ന കാര്യങ്ങൾ നിനക്ക് കോറിലേറ്റ് ചെയ്യാൻ, കണക്ട് ചെയ്ത് പിടിക്കാൻ പറ്റും. If someone calls you for a prayer, you will be able to read things out and correlate things what to speak about. When you accept your authority, നിന്റെ ആത്മീയ നേതൃത്വത്തെ നീ അംഗീകരിക്കുമ്പോൾ നിന്നെ മറിച്ചു കളയുന്ന പല സാധനവും വേദപുസ്തക വാക്യത്തിൽ നിന്റെ നേരെ വരും. When you maybe many things will come against you even from Bible and the Bible verses. ഈ റോമർ 13-ാം അധ്യായം സംബന്ധിച്ചാൽ ആത്മീയ അധികാരം ദൈവത്താൽ ഉള്ളതാണ്. ആത്മീയ അധികാരം ഫസ്റ്റ് ഓഫ് ഓൾ യു ഷുഡ് നോ വേർ ഡു യു ബിലോങ്. നീ എവിടെ ആർക്ക് വേണ്ടിയുള്ള വ്യക്തിയാണെന്ന് നീ മനസ്സിലാക്കണം. Romans 13 says that all authorities are ordained by God and you must know first of all where you belong and whom you ആത്മീയാധികാരം are. കുഞ്ഞു കളിക്കാനുള്ള ആത്മീയാധികാരമാണ്. Spiritual authority is spiritual അതുകൊണ്ട് authority. പറഞ്ഞു ഏതു മനുഷ്യനും ശ്രേഷ്ഠ അധികാരങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കട്ടെ. Every man should come under certain authority. ദൈവത്താൽ അല്ലാതെ ഏതൊരു അധികാരം ഉണ്ടാകാൻ പറ്റൂ? There cannot be any authority except from God. അവിടെ ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. And every authority is ordained by God. അടുത്ത വാക്യം ശ്രദ്ധിക്കുക, അതുകൊണ്ട് അധികാരത്തോട് മറുക്കുന്നവൻ ദൈവത്തിന്റെ വ്യവസ്ഥയോടെ മറുക്കുന്നത്. And those who are rebelling against authority is rebelling against God himself. നിന്നെ ഈ ചർച്ചിനകത്ത് കൊണ്ടിരുത്തിയിരിക്കുന്ന ആത്മീയ അധികാരത്തിന് കീഴിലാണെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിനക്കെതിരായി വരുന്ന സകലതിനെ നീ മറികടക്കുക തന്നെ ചെയ്യും. If you believe that the Lord has brought you here and kept you under a spiritual authority, you will overcome everything that comes against you. അകത്തിരിക്കുന്ന സ്വയം എഴുന്നേറ്റ് കഴിഞ്ഞാൽ എല്ലാത്തിനെയും എതിർക്കാൻ നമുക്ക് തോന്നും. When your self rises up within you, you will want to rebel against authority. അത് സോഷ്യലിസം എന്നൊക്കെ പറയുന്നത് ജനകീയമായ ജനാധിപത്യമാണ്. ജനാധിപത്യ സംവിധാനം ജനാധിപത്യമൊന്നുമല്ല, ഇത് തിയോക്രാറ്റിക്കാ, ഇത് ദൈവികമായിരിക്കുന്ന കാര്യമാണ്. And then you talk about equality and socialism. This is none of those. ഇത് ഹിപ്പോക്രസി അല്ല, ഇത് ലീഗലിസം അല്ല, ഇത് ഓട്ടോക്രസി അല്ല, ഇത് സോഷ്യലിസം അല്ല, ഇത് തിയോക്രസി, ദൈവത്താൽ ഉള്ളതാണിത്. This is not socialism, this is not self, this is made of God, and so this is theocracy. അങ്ങനെയാകുമ്പോഴേ നിന്റെ അകത്തെ പ്രൊഡക്റ്റീവ് ഏരിയ നീ കണ്ടില്ലേ, എവിടെയോ നിന്റെ ആ ഒഴുകി പോണ്ടതിനകത്ത് ആരോ കൊണ്ടുവന്ന് ഏതാണ്ടൊക്കെ ഇട്ട് ചപ്പുചവറ് മാത്രമേ ഉള്ളൂ, പക്ഷെ നിന്റെ ഫ്ലോയെ അത് കട്ട് ചെയ്തേക്കുക. All unwanted things, nothing is functioning, ഒന്നും നടക്കുന്നില്ല. All unwanted things that you have put in yourself is stopping your productivity. ഒന്നാമത്തെ കാര്യം, when you murmur, നീ അവിടെ ഇരുന്ന് പുറപുറത്തോണ്ടിരുന്നാൽ നീ നിന്റെ പ്രശ്നങ്ങളെ ഉയർത്തിക്കൊണ്ടിരിക്കുക. You are lifting your problems when you are. രണ്ടാമത്തെ കാര്യം, you create a wall between you and God. ദൈവത്തിനും നിനക്കും എതിരായി ഒരു വലിയ ഭിത്തിയെ നീ ഉണ്ടാക്കി വെക്കും. Secondly, you are creating a wall between you and ഇവിടെ God. നിനക്ക് ദൈവികമായിരിക്കുന്നു കേൾക്കാൻ പറ്റത്തില്ല. And you are not able to hear anything godly. എഫേസ്യർ 2:19 പറഞ്ഞ വേർപാടിന്റെ നടുച്ചുവറിനെ കർത്താവ് ഇടിച്ചു ദൂരെ കളഞ്ഞത്. The separating wall had been destroyed by Jesus. വലിയ ഗർത്തം ദൈവത്തിങ്കിലേക്ക് കയറി പോകാൻ മനുഷ്യന് പറ്റാത്ത വണ്ണം ഗർത്തത്തിൽ കിടന്നിടത്താണ് യേശുവാകുന്ന പാലം വന്ന് കയറി നമ്മളെ ദൈവത്തിങ്കിലാക്കി. We were in such depths and Jesus came as a bridge and
reconciled us to the And Father. he is the connecting ladder. നീ ഇവിടെ ഇരുന്നുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് കയറി പോകുന്ന ഗോവേണിയായിട്ട് യേശു തീർന്നു. And Jesus became the connecting ladder where we can But what climb up to happens the when you Father. murmur? നീ ഇരുന്ന് പിറുപിറുത്ത് കഴിഞ്ഞാൽ ദൈവത്തിനും നിനക്കും ഇടയിൽ നീ തന്നെ അറിയാതെ ഒരു മതിൽ പൊക്കിക്കെട്ടും. But when you murmur, you are unknowingly building a wall between you and Not God. only that, not only you compel God to give you exactly what you murmured. നീ പിറുപിറുത്ത സാധനം, നീ പിറുപിറുത്തോണ്ടിരിക്കുന്ന വേണ്ടാത്ത കാര്യം നിന്റെ അടുക്കലേക്ക് വരുവാൻ അത് ഇടയായി തീരും. And if you are keeping on murmuring, the things that you murmur will eventually happen to you. മൂന്ന് കാര്യം പിറുപിറുത്താലുള്ള പ്രശ്നങ്ങൾ ഓർത്തുക. പിറുപിറുത്താൽ നിന്റെ പ്രശ്നം വഷളാകത്തേ ഉള്ളൂ. If you are murmuring, you are meditating unnecessarily, your problem will worsen. സംഖ്യാപുസ്തകം 14:28 ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ചോളൂ. സംഖ്യാപുസ്തകം 14:28. 14:8. 14 അധ്യായത്തിന്റെ 28 വാക്യം സംഖ്യാപുസ്തകം. അവരോട് പറവീൻ, ഞാൻ കേൾക്ക നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്നാണ്. ഐ സ്വെയർ, കർത്താവ് പറയാണ്, നിശ്ചയമായി നീ പറഞ്ഞത് തന്നെ ഞാൻ ചെയ്യും. And here the Lord says, as I live, says the Lord, as you have spoken in my hearing, so I will do to you. എന്താ നമ്മൾ പറഞ്ഞോണ്ടിരുന്നത്? അവരോട് പറവീൻ, Whatever you speak, I will do to you. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാണ്, നീ ഇരുന്ന് പെറുപുറത്തോണ്ടിരിക്കുന്ന സാധനം എല്ലാം നിന്റെ ജീവിതത്തിൽ കയറി വരും. I want to tell you today, whatever you're murmuring in your heart will come to you. പറഞ്ഞ കർത്താവ് പറയാ, നീ പറഞ്ഞതുപോലെ തന്നെ വരും. The Lord says, as you have എന്നെ spoken, I വിട്ടിട്ട് will നീ do. നിന്റെ സ്വയത്തിനകത്ത് വരാൻ വേണ്ടി ആഗ്രഹിക്കുക, അത് നടക്കും. Because you want to leave me and you want to follow your own How ways, did he that say? will happen. എങ്ങനെ ദൈവം പറഞ്ഞത്? എന്നാണ് എന്ന് The Lord പറഞ്ഞ അതിന്റെ says- മുകളിൽ ആരംഭിച്ച് പറയാനില്ലാത്തോണ്ട് ഐ സ്വയം മൈസെൽഫ്, ഞാൻ തന്നെ പറയുകയാണ്, നീ പറഞ്ഞത് നിനക്ക് വരും. The Lord says, as I live, which means Lord is swearing on himself and says that will happen to you. നിങ്ങൾ നോക്കിയത്, നിങ്ങൾ ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായിരുന്നാൽ ദൈവം ഇടപെടും. If you are worshipping the Lord will intervene. പ്രവചന ശബ്ദം ഈ ദൂതിനകത്ത് ഈ പറയുന്ന വചന സന്ദേശത്തെ നീ പിടിച്ചെടുക്കണം. അല്ല എന്ന് രാവിലെ എന്നെ ദൂതം പറഞ്ഞോണ്ട് എന്റെ ദൂതം എന്നെ പാസ്റ്റർ എന്ന് ചോദിച്ചു എന്നെ വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കരുത്, ഞാൻ എന്റെ കൈപ്പരുവത്തിന് കാണാൻ വരുമെന്ന് ഞാൻ ശരിയാക്കും. Please don't call me personally and say, give me a message. Your message is already given on എല്ലാ Sunday. ആഴ്ചകളിലും എല്ലാ സന്ദേശത്തിനകത്തും നിനക്കുള്ള കൃത്യമായ ദൈവിക അരുളപ്പാടുകൾ നിനക്ക് കിട്ടുന്നില്ലേ? Every Sunday you're getting divine directions through the message. അല്ലാതെ വേറെ എന്ത് കാര്യം? എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല. ഞാൻ ദൈവവചനം ശുശ്രൂഷിക്കും, നിന്റെ ദൂത് അതിനകത്തുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. I believe that in the word ministry your message is there. ദൈവിക ദൂത് വരും. Divine message will come to you. പിറുപിറുക്കാതെ ഇന്ന് പറ, പിറുപിറുക്കാതെ ദൈവമേ എനിക്ക് നിന്റെ അത്ഭുതങ്ങളെ കാണണം. I want to see ഇന്ന് അവിടെ നിന്നോട്ട് പറ, വായൊക്കെ തുറന്നിച്ച് പറ, കർത്താവേ ഇന്ന് എനിക്ക് നിന്റെ അത്ഭുതങ്ങളെ എന്റെ ജീവിതത്തിൽ എന്റെ കാര്യക്ഷമതയുള്ള ഉൽപാദനക്ഷമതയുള്ള ഈ നദിയിൽ കൂടി നടക്കുമ്പോൾ എനിക്ക് പുതിയ കാര്യങ്ങൾ കാണണം. As I'm walking through the river, I want to be productive and I want to see new things, Father. ആമേൻ, ഹല്ലേലൂയ. ഞാനിന്ന് പറയണം, നീ ഇരിക്കുന്ന ഒന്നും നിനക്ക് കിട്ടാതെ പോകട്ടെ. I want to tell you, whatever you're murmuring, let it not come to you. ചുമ്മാ ഇവിടെ വന്നിരുന്ന് പിറുപിറുത്ത് ഇരിക്കുന്ന ആ സാധനം എല്ലാം നിനക്ക് കിട്ടാതെ പോകട്ടെ. May you not receive the things that you're നീ ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും നിനക്ക് കിട്ടട്ടെ. May you receive what you നീ കർത്താവിനെ ഉയർത്തുമ്പോൾ സകലതും നിന്നിലേക്ക് വരട്ടെ. Whenever you're lifting the Lord, let everything else come Unnecessarily to you go to temple and worship, instead of worshiping you just murmuring. നീ ചുമ്മാ പിറുപിറുത്തോണ്ടിരിക്കാതെ ദൈവത്തെ ആരാധിക്കുക. When you go to the temple, don't just murmur but worship the Lord. ഹന്ന ആലയത്തിലേക്ക് ചെന്നപ്പോൾ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. 6 തൊട്ട് 19 വരെയുള്ള വാക്യത്തിനകത്തെ കാര്യങ്ങൾ. It's there between verse 6 to 19. 10ാം വാക്യം വായിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം 10ാം വാക്യത്തിനകത്തുണ്ട്. അവൾ മനോവ്യസനത്തോടെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവിനോട് പിറുപിറുക്കുന്നതിന് പകരം അവൾ എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. Instead of murmuring to God, she prayed. ഇത്രയും നാളും അവള് പെനീനയെ ഓർത്തിട്ട് വ്യസനപ്പെടുകയായിരുന്നു. Until today she was worried about Penina. ഇന്ന് അവൾ കർത്താവിനോട് പ്രാർത്ഥിക്കാൻ അവിടെ ഉള്ളത്തെ ഒരുക്കി. Today her heart was prepared to pray to ഇത്രയും God. നാളും അവൾക്ക് കുഞ്ഞുങ്ങളില്ലെന്നുള്ള ഭാരത്താൽ പെനീനെ നോക്കി എന്നാട്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. Until today, out of the burden that she didn't have children, she ലൂക്കോസ് was talking 18:1 against നിങ്ങൾക്ക് അറിയാവുന്ന Penina. വാക്യം, മടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം. Without growing weary, you must pray. See, understand that who is your prayer carrier? നിന്റെ പ്രാർത്ഥന വാഹകൻ ആരാകുന്നു? Who is your real prayer carrier? ഹല്ലേലൂയ. Hallelujah. 3 പേര് എഴുന്നേറ്റ് വന്നേ. നിങ്ങൾ 3 പേര് എഴുന്നേറ്റ് വന്നേ. മുമ്പ് ഇരിക്കുന്ന 3 പേര് എഴുന്നേറ്റ് വന്നേ. ഇവിടെ ഇങ്ങനെ നിരയായിട്ടൊന്ന് നിന്നേ. എന്നൊക്കെ നിങ്ങളെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയാ.
ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം. ഇത് പരിശുദ്ധാത്മാവ്, ഇത് പുത്രനാകുന്ന ദൈവം, ഇത് പിതാവായ ദൈവം. കണ്ടല്ലോ, 3 പേരെ കണ്ടില്ലേ? Holy Spirit, Son and പരിശുദ്ധാത്മാവ്, Father God. പുത്രനായ ദൈവം, പിതാവായ ദൈവം. Holy Spirit, Son and ഞാൻ Father. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി. I am the one who is praying. ഞാൻ പ്രാർത്ഥിക്കുന്നത് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എന്റെ പ്രാർത്ഥനകൾ ആത്മാവിൽ അങ്ങോട്ട് ചെല്ലും. Because I'm praying in spirit it reaches the Holy Spirit. He is the prayer carrier. ഇദ്ദേഹമാണ്, ഈ ആത്മാവാകുന്ന ദൈവമാണ് എന്റെ പ്രാർത്ഥനയെ വഹിക്കുന്നവൻ. He carries my prayer. ആ പ്രാർത്ഥന വാഹകൻ എന്റെ അകത്തിരിക്കുകയാണ്. He is inside me. എന്റെ അകത്തിരിക്കുന്ന പ്രാർത്ഥന വാഹകൻ എന്റെ പ്രാർത്ഥനകളെ മുഴുവനും കേൾക്കുന്നു. The one who is inside of me is hearing all my prayers. അയാളുടെ ജോലി തന്നെ, പരിശുദ്ധാത്മാവിന്റെ ജോലി എന്താ ചോദിച്ചാൽ ഒന്നും കളയാതെ എല്ലാം പുത്രനെ ഏൽപ്പിക്കുന്നു. Without losing anything, he will hand over to the Son. പുത്രനാണെങ്കിൽ വളരെ രക്തം നൽകി വീണ്ടെടുത്തത് കൊണ്ട് പുത്രൻ നമ്മളുമായി ഭയങ്കര വ്യക്തമാ. Because he redeemed us with his blood, Son is in close പുത്രൻ relationship നോക്കി with പറഞ്ഞ us. പല പ്രാർത്ഥനകളും കൊള്ളാത്ത പ്രാർത്ഥനകളാ. And when the Son saw it, many of the prayers are അതിനകത്ത് not ഒരു good. പ്രാർത്ഥന എനിക്ക് ഗുണമായിട്ടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന എടുത്ത് പിതാവിന്റെ കയ്യിൽ കൊടുക്കും. When one of the prayer is good, ബാക്കി he will hand എല്ലാം over. പുത്രൻ ഇല്ലാതാക്കി കളയും, നഷ്ടമാക്കി കളയും, വേണ്ടാന്ന് വെക്കും. All other prayers the Son will neglect. പുത്രൻ എന്തെങ്കിലും പിതാവിന്റെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അതിന്റെ ആക്ഷൻ ഉണ്ടാകും. ആ പ്രാർത്ഥിച്ച പ്രാർത്ഥന എനിക്ക് ഫലവത്തായി തീരും. And if anything is handed over by the Son to the Father, it will immediately happen. എന്തുകൊണ്ടാണ് പിതാവ് ആ പ്രാർത്ഥന പുത്രൻ കൊടുത്തപ്പോൾ സ്വീകരിക്കാൻ കാരണം? Why did the Father receive it when the Son gave it? പിതാവിന്റെ നാമവും പുത്രന്റെ നാമവും മഹത്വപ്പെടുന്നതിന് വേണ്ടിയാണ് പിതാവ് പുത്രൻ കൊടുത്ത പ്രാർത്ഥന സ്വീകരിക്കുന്നത്. So that the name of the Father and Son may be glorified. താങ്ക് യു. നിങ്ങൾ പോയിരുന്നാട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ച്, നിങ്ങൾ എല്ലാവരും പ്രാർത്ഥന വാഹകനെ കൊണ്ടു നടക്കുന്ന വ്യക്തികളാണ്. You all are carrying the carrier of prayer with you. എല്ലാവരുടെയും അകത്ത് പ്രാർത്ഥന വാഹകൻ ഇരിപ്പുണ്ട്. Each of you has a prayer carrier. എല്ലാ പ്രാർത്ഥനകളും പ്രാർത്ഥന വാഹകന്റെ അടുക്കൽ ചെല്ലുന്നത് പോലെ തന്നെ അതിനകത്ത് തന്നെ പുത്രനായ ദൈവം നിന്റെ പ്രാർത്ഥനകളെ കേൾക്കുന്നുണ്ട്. Even as a prayer carrier takes it to the Son hears all your prayers. ജോഷുമോന് കാറിനെ കുറിച്ചും വെഹിക്കിൾസിനെ കുറിച്ചെല്ലാം ഭയങ്കര അറിവാണ്. അവൻ ആ വണ്ടിയുടെ ശബ്ദം കേട്ടാൽ പറയും ഇത് ഏത് വണ്ടിയാന്ന് പറയും. Joshua knows all about vehicles. By the sound of the vehicle, he will tell you which vehicle. പക്ഷെ അവൻ ഇനി എത്ര പ്രാർത്ഥിച്ചാലും എത്ര ആവശ്യപ്പെട്ടാലും അവന്റെ അപ്പൻ ആ വണ്ടിയുടെ നെക്സോണിന്റെ ചാവി എടുത്ത് കൊടുത്ത് മോനെ കവലയ്ക്ക് പോയി ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വാടാന്ന് അവൻ പറയത്തില്ല. But no matter how much he prays, his father will never give the Nexon chavi to Joshua and ask him to drive. അതിന്റെ അർത്ഥം പിതാവിന് ഇഷ്ടമല്ല, മോനെ ഇഷ്ടമല്ലെന്നല്ല അർത്ഥം. മോൻ ഇപ്പോൾ അതിനുള്ള പരുവത്തിലല്ല. That doesn't mean the father dislikes the son, but the son is not mature enough to handle എന്തുകൊണ്ടാണ് നമ്മുടെ the പല പ്രാർത്ഥനകളും മറുപടി ഇല്ലാതെ പോകുന്നത്? നമ്മൾ ആ പ്രാർത്ഥനയുടെ ഫലം സ്വീകരിക്കുവാനുള്ള പ്രായത്തിലും പക്വതയിലും ആയിട്ടില്ല. Why many of our prayers are not answered? We are not matured enough to handle those things. അതിന്റെ അർത്ഥം ദൈവത്തിന് നമ്മളോട് ഇഷ്ടമില്ലെന്നല്ല, Doesn't mean പുത്രന് God നമ്മളോട് ഇഷ്ടമില്ലെന്നല്ല, പരിശുദ്ധാത്മാവിന് നമ്മളോട് ഇഷ്ടത്തിന് നമ്മൾ വളർന്നിട്ടില്ല. That doesn't mean the triune God doesn't like us. We have not grown to receive, നമ്മൾ grown up to handle it. നമ്മൾ അവസരമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു അവിടെ ഇവിടെ എല്ലാം പുറത്തുകൊണ്ടിരിക്കാതെ നീ ആ അവസരം നിന്റെ കയ്യിൽ കിട്ടുമ്പം നീ നിന്നെ തന്നെ ഒന്ന് എക്വിപ്പ് ചെയ്ത്, നിന്നെ തന്നെ ഒന്ന് പ്രൊഡക്റ്റീവ് ആയിക്ക്, നിന്നെ തന്നെ കാര്യക്ഷമതയിലേക്ക് കൊണ്ടുവന്നേ. The reason is we murmur because we don't have opportunities. Instead of complaining that, you bring yourself into productivity and maturity. പിറുപിറുക്കാതെ ഞാൻ am I eligible to do that? എനിക്ക് അതിനുള്ള പക്വതയുണ്ടോ, പരിജ്ഞാനമുണ്ടോ, അതിന്റെ ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമ്മളെ പരിശോധിക്കണം. അതാ പ്രാർത്ഥന എന്ന് പറയുന്നത്. Prayer means you must check yourself instead of murmuring, am I പാസ്റ്റർ എന്നെ eligible? Do I ഒന്നും have the ഏൽപ്പിക്കത്തില്ല. maturity? പാസ്റ്റർ എന്നെ ഒന്നും ഏൽപ്പിക്കത്തില്ല. Pastor, you don't assign any work to me. ഏൽപ്പിക്കാൻ എന്റെ അടുക്കലാണ് നിൽക്കാറുണ്ടോ? എപ്പോഴേലും വരാറുണ്ടോ? വന്ന് സാറ്റ് വെച്ച് ഓടിപ്പോവില്ലേ? Do you even come to me and stay here? എന്നെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിക്കും. If you are around me, I വട്ടം will assign വട്ടം something. കറങ്ങിയൊക്കെ നിൽക്കാതെ എങ്ങനെ പറ്റുന്നത്? ഈ സംഭവിക്കേണ്ടത് പുതിയത് സംഭവിക്കാത്തതിന്റെ പുറകിലത്തെ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. എന്താ പുതിയത് സംഭവിക്കുക? What is the reason why new things are not യെശയ്യാ happening? 43 അധ്യായത്തിന്റെ 18-19 വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ Isaiah 43. പഴയ കാര്യങ്ങളെ ഓർത്തോണ്ടിരിക്കല്ലെന്ന്. You must not വായിച്ചു, think about the former things. ആ ആ മുമ്പേ ഉള്ള ഓർക്കേണ്ട പണ്ടുമില്ലെങ്കിൽ പുതിയതൊന്ന് ചെയ്യുമെന്ന് ഇവൻ പറഞ്ഞിട്ടില്ലേ? പുതിയത് ന്യൂ തിങ്സ് വിൽ ഹാപ്പൻ. 22ാമത്തെ വാക്യം നോക്കി. In 1 Samuel verse 22. 22ാമത്തെ വാക്യത്തിൽ എന്നാൽ യാക്കോബേ
യാക്കോബേ, നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. കണ്ടോ, ഇസ്രായേലെ നീ എന്റെ നിമിത്തം നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല. Jacob, you have not called upon me. Israel, you have not known the will of God. വിളിച്ചപേക്ഷിച്ചിട്ടില്ല നീ. You have not called upon me. നീ പ്രാർത്ഥിക്കാൻ വന്നിരുന്നിട്ട് പുറപുറത്തോണ്ടിരിക്കുക. നീ എന്നോട് വ്യക്തമായി കാര്യങ്ങൾ പറയുന്നില്ല. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ആരാധനയ്ക്ക് വന്നിരുന്ന് ദൈവത്തെ മുഖം അന്വേഷിക്കുന്ന വ്യക്തിയാണെങ്കിൽ നീ പ്രാർത്ഥിച്ച അന്നേരം നിന്റെ സ്ഥിതികൾക്ക് മാറ്റം വരും. If you truly seek God, if you seek His face, when you pray, immediately things will ഇന്ന് change. ആഗ്രഹിക്കുന്ന അവിടെ ഇരുന്നുകൊണ്ട് ആഗ്രഹിക്കുക പുതിയത് വരണം. New things should happen. വചനം അനുസരിച്ച് let there be new things. കർത്താവ് നിന്നെ നോക്കി നല്ലതേ പറയത്തുള്ളൂ. New things must happen according to the word of God. നല്ലത് കർത്താവ് നല്ലത് പറയുമ്പോൾ നീ ഉണർന്നിരുന്നില്ലെങ്കിൽ എന്നാ ഗുണം എന്റെ കുഞ്ഞ്? When the Lord is talking new things, if you're not awake, what is the use? ഉണർന്നിരിക്കുക എന്ന് പറഞ്ഞാൽ സൗണ്ട് മൈൻഡിൽ, ബോധ മനസ്സിനകത്ത് ഉണർന്നിരുന്നില്ലെങ്കിൽ എന്താ ഗുണം? If you are not awake in your mind, sound mind. കണ്ട, പ്രശ്നം കയറി കളിച്ചിട്ടും മനസ്സ് മുഴുവനും കൂടെ നീര് പൊങ്ങി കിടക്കുമ്പോൾ ദൈവിക സന്ദേശം നിനക്ക് പിടിക്കാൻ പറ്റത്തില്ല, നിനക്ക് കറക്ഷൻസ് ഉണ്ടാകത്തില്ല. If you don't have a sound mind but instead clouded with problems, you are not able to receive the godly This message. is that last day of your unproductivity. ഇന്ന് നിന്റെ ഒന്നും നടക്കാത്തതിന്റെ അവസാനത്തെ ദിവസമായിരിക്കണം. Tell yourself, this is the last day of my unproductivity. ഇന്ന് തൊട്ട് പ്രൊഡക്ടിവിറ്റി പുതിയത് ഉണ്ടാകണം. From today, productivity should happen. ആമേൻ. 11ാമത്തെ വാക്യം ശ്രദ്ധിച്ചാൽ അന്ന് അവൾ ഒരു സ്പെഷ്യൽ പ്രയറാ ചെയ്തത്. സ്പെഷ്യൽ പ്രയറാ. 11th verse, there was a special ഇന്ന് വരെ പറയാത്ത ഒരു കാര്യം അന്ന് അവൾക്ക് പറയാൻ തോന്നി. She uttered something that she had not uttered years ago. ആണ്ടുതോറും വഴിപാടിന് പോകുന്നതാ, ഓഫറിംഗുമായിട്ടൊക്കെ ആലയത്തിൽ പോകുന്നത്, ആണ്ടുതോറും പോകുന്നവളാ. Every year she used to visit the temple. അവിടെ പോയിരുന്ന് പെനീനായ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക അല്ലാതെ അവള് പുതിയതായിട്ടൊന്നും പറഞ്ഞു. ഇന്ന് പുതിയത് പറഞ്ഞു. ഒരു കുഞ്ഞിനെ നീ എനിക്ക് തന്നാൽ, ഒരു ആൺ സന്താനത്തെ നീ എനിക്ക് തന്നാൽ ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരും. If you give me a male child, I will give him to you. എനിക്ക് മാത്രം ആ ഗുണം ഉണ്ടാകുന്നെങ്കിൽ എന്ത് ഫലം? കിം ഫലം? നോ ഫലം. If that goodness is only happened to me, what is the use? എനിക്ക് ജോലി കിട്ടട്ടെ, എന്റെ ബിസിനസ് ശരിയാകട്ടെ. നിനക്ക് ജോലി കിട്ടെ, കർത്താവിന് എന്താ ഗുണം? You are praying that Lord give me a job, or let my business grow. What is the use? കുടുംബ ജീവിതം നന്നായ കർത്താവിന് എന്താ ഗുണം? What is the use if your family life is good? നിന്റെ ജീവിതത്തിനകത്ത് മാറ്റങ്ങൾ സംഭവിച്ച ദൈവത്തിന് എന്താ ഗുണം? What benefit is it to the Lord if good things happen to you? How God will be benefited? ദൈവത്തിന് എന്താണ് ഗുണം? നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആലോചിക്കണം, എനിക്ക് കർത്താവ് ഒരു ജോലി ചെയ്താൽ കർത്താവിന് ഞാൻ എങ്ങനെ ആയിരിക്കും ബെനിഫിറ്റഡ് ആകുന്നത്? You must ask yourself, if I do a job for the Lord, how will it benefit the Lord? അവിടെയാണ് പ്രൊഡക്ടിവിറ്റി ഉണ്ടാകുന്നത്, ഉൽപാദനക്ഷമത ഉണ്ടാകുന്നത്. അവിടെയാണ്. That is where productivity happens. ഞാൻ പലരെയും ഉത്സാഹിപ്പിച്ചുകൊണ്ടാണ് പറയുന്നത്, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസൃതമായി ദൈവത്തോടുള്ള ബന്ധത്തിൽ നീ ആയിരിക്കണം. If the Lord has done something in your life, you must be in such a relationship with the Lord. സ്വചിന്തയിലായിരിക്കും. ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ അതായി സ്വചിന്ത എന്ന് പറയുന്നത്. ഞാൻ ഐ മീ മൈ. കർത്താവിന് എന്താ ഗുണം? Self prayer is all about I, me and mine. അത് വിട്ടിട്ട് ഞാനും എന്റെ കുടുംബവും, ഞാൻ മൂലം മറ്റുള്ളവർ, എന്റെ കുടുംബം മൂലം ദൈവമേ മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. Instead of praying so, pray this way, through me and my family others should be നിങ്ങൾ എന്തിനാ ചർച്ച വരുന്നത്? എന്തിനു വേണ്ടിയാ നിങ്ങൾ ചർച്ച വരുന്നത്? നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി ആയിരിക്കരുത്, മറിച്ച് നിങ്ങൾ മൂലം മറ്റുള്ളവർ അനുഗ്രഹിക്കപ്പെടണം. Don't come to churches because you will be blessed, through you others should be blessed. നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് എനിക്ക് നടക്കണം, എന്റെ കാര്യം നടക്കണം, എന്റെ കുഞ്ഞിന്റെ കാര്യം നടക്കണം, എന്റെ വീട്ടിനകത്ത് മാറ്റങ്ങൾ ഉണ്ടാകും. ഞാൻ You're always thinking about me, you, your child. Things should happen in your house. അവസാനം പാഴ്പിച്ച പോലെ ഇങ്ങനെ വെച്ച് നമ്മൾ എഴുന്നേറ്റ് പോകും. You talk about I, and then you will end up in I. അപ്പൊ ഇത് വന്നതിന് ഞാൻ എന്റെ കാര്യം പറയാൻ വേണ്ടി ഞാൻ എന്റെ കർത്താവിനോട് ഞാൻ നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും. എന്റെ സഹോദരങ്ങളെ ഞാൻ ചോദിക്കട്ടെ, നീ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കും, നിന്റെ അപ്പുറത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരു വിടുതൽ ഉണ്ടാകണ്ടായോ? Don't just think about yourself when you pray. Think about the person next to you getting delivered. ഈ മുറിക്കകത്തിരിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് നിന്റെ പ്രാർത്ഥന കൊണ്ട് ഒരു ഗുണം ഉണ്ടാകണ്ടായോ? Because of your prayer, someone in this room should be benefited. അത് ഞാൻ അങ്ങനെ പറഞ്ഞാണ് നമ്മൾ കയറി വരുന്നത്. ഇന്നലെ രാത്രി തൊട്ടിരിക്കുക എനിക്കെന്തോ കിട്ടും. Or are you just thinking from the previous night, what will I get? ഇവിടെ അത് ഹന്നായുടെ പ്രാർത്ഥന, സ്പെഷ്യൽ പ്രയർ. If you give me a child. Here Hannah prays a special prayer. If you give me a child, തീർച്ചയായിട്ടും ആ കുഞ്ഞിനെ ഞാൻ നിനക്ക് തരും. I will surely give him to you. യെശയ്യാ 41:21.
Isaiah 43:21. എങ്ങനെയാണ് സംഭവിക്കുന്നത്? നിങ്ങളുടെ വ്യവഹാരം കൊണ്ടുവരുവീൻ എന്ന് നിങ്ങളുടെ വ്യവഹാരം, പ്രൊഡ്യൂസ് യുവർ കോസ്. നിന്റെ വ്യവഹാരം കർത്താവ് പറയാണ്, ദൈവം കർത്താവ് പറയാണ്, നീ നിന്റെ വ്യവഹാരം ഇവിടെ കൊണ്ടുവാ. Bring your produce to me, the Lord says. നീ കൊണ്ടുവാ, ഇവിടെ കൊണ്ടുവാ. Bring it to me. അപ്പൊ കർത്താവ് കാണിക്കും. നിന്റെ വ്യവഹാരത്തെ നീ കൊണ്ടുവന്നാൽ കർത്താവ് നിന്റെ വ്യവഹാരത്തിന്റെ മേൽ എന്തോ ചെയ്യുന്നത് കർത്താവ് കാണിച്ചു തരും. And if you bring it to the Lord, you will see what he will do with it. നിന്നെ സൗഖ്യമാക്കിയതുകൊണ്ട് ദൈവത്തിന് എന്താ ഗുണം? നിന്റെ കുടുംബജീവിതം ശരിയാക്കിയതുകൊണ്ട് ദൈവത്തിന് എന്താ ഗുണം? What is the use if your things are just met? നിന്റെ സാമ്പത്തിക സ്ഥിതികളെ മാറ്റിയതുകൊണ്ട് കർത്താവിന് എന്താ ഗുണം? If your financial status is changed, what is the benefit to the നിന്റെ Lord? കുഞ്ഞുങ്ങൾ അഭിവൃദ്ധിപ്പെട്ടതുകൊണ്ട് കർത്താവിന് എന്താ ഗുണം? If your children are doing well, what benefit is it to the Lord? സങ്കീർത്തനം 30:9-10 വാക്യങ്ങൾ. Psalm 30:9-10. ഞാൻ കുഴിയിൽ ഇറങ്ങിപ്പോയാൽ എന്റെ രക്തം കൊണ്ട് എന്ത് ലാഭമുള്ളൂ? ഞാൻ ധൂളിയാകുന്നു. ധൂളി നിന്നെ സ്തുതിക്കുമോ? ധൂളി നിന്നെ സ്തുതിക്കുമോ? അത് നിന്റെ സത്യത്തെ പ്രസ്താവിക്കുമോ? See, dust, പൊടി നിന്നെ സ്തുതിക്കുമോ? If I go down to the pit, what benefit is it? Will the dust praise you? ഞാൻ പൊടിയിൽ നിന്ന് ഉണ്ടാക്കപ്പെട്ടവനാ, പക്ഷെ പൊടി എനിക്ക് അലർജിയായിട്ട് മാറി. പിന്നെ I am made of dust, but once dust became an allergy. ചിലരാണെ പൊടിയാന്നെ വലിച്ചു കയറ്റും. Some people have no problem breathing in dust. അവരുടെ പേരാണ് പൊടിയൻ. They are called പൊടിയൻ. ആ പൊടിയൻ കുറച്ച് കഴിയുമ്പം മുടിയനായിട്ട് മാറും. Such a person will become the prodigal. ഒരു മൂക്ക് അടിച്ചു പിടിച്ചിട്ട് വലിച്ചു കയറ്റുന്നിട്ടില്ലേ? ഇങ്ങനെ മണ്ട വരച്ചെന്ന് പിന്നെ അടുത്ത തലോട്ട് പിടിച്ച ഇങ്ങനെ കുറുങ്ങി നിൽക്കി വന്നിട്ട് Sniffing like this, finally become the prodigal. ഇവിടെ കണ്ടില്ലേ ഈ പൊടി എനിക്ക് അലർജി ആയിരുന്നു. I was allergic to dust. ഡെഡ് ഡസ്റ്റ് അലർജി. Dead dust allergy. ഹല്ലേലൂയ. Hallelujah. ഈ കട്ടനയിൽ ഇരിക്കുന്ന ഇങ്ങനെ പോയി തട്ടിയാൽ അതിൽ നിന്ന് വരുന്ന ഡെഡ് ഡസ്റ്റ്, അതിൽ ഇരിക്കുന്ന പൊടി എനിക്ക് ചുമയുണ്ടാകും. ഭയങ്കരമായിട്ട് ഞാൻ ചുമയ്ക്കും. The dust on curtains, if you shake it, would cause allergy to me. പഴയ പുസ്തകങ്ങളോ പഴയ എന്തെങ്കിലും എടുത്താൽ, പഴയ തുണിയോ എന്തെങ്കിലും എടുത്താൽ അതിൽ നിന്ന് വരുന്ന ആ ഡസ്റ്റൊക്കെ എനിക്ക് ഭയങ്കര അലർജിയാണ്. Old books or old clothes, the dust from it caused allergy to me. അങ്ങനെ ചുമച്ചു ആസ്മാറ്റിക് ബ്രോങ്കൈറ്റിസ് ആയിരുന്നു എനിക്ക്. And I had asthmatic bronchitis. നാളുകൾ അതും വെച്ചുകൊണ്ട് നടന്ന് ഈ ഉള്ള ഇൻഹേലേഴ്സ് എല്ലാം വലിച്ചു കയറ്റി സ്റ്റീരിയോഡ്സ് എല്ലാം കൂടെ ചെന്ന് കഴിഞ്ഞ് എൻ്റെ ഡയബറ്റിക് 300 ആയി. So because of severe steroids, I shot up and I got diabetes. ചെസ്റ്റ് സ്പെഷ്യൽ ഡോക്ടർ പറഞ്ഞു മരിക്കുന്നതിന് തൊട്ട് മുമ്പേ വലിച്ചേച്ച് മരിച്ചോണേന്ന് പറഞ്ഞു. The chest doctor told me, before you die, please die. ആസ്മ മാറത്തില്ല, ഇത് നിന്റെ കൂടെ ഉള്ളതാ, ചാകുന്നിടം വരെ ഉള്ളതാ. Till death, this asthma will follow you. കൃപയാൽ കർത്താവിനെ അറിയാനിടയായി. By the grace of God, I came to know the Lord. കർത്താവ് നുള്ളിയെടുത്ത് എൻ്റെ ആസ്മയെ എൻ്റെ ഡയബറ്റിക്കിനെ എടുത്ത് ദൂരെ കളഞ്ഞു. The Lord took out my asthma and diabetes. Hallelujah. Hallelujah. നിങ്ങൾ വിചാരിച്ചു ചുമ്മാ ഇവിടെ ഇരുന്നുകൊണ്ട് പറയുക, എൻ്റെ ജീവിതത്തിലെ അനുഭവം കൊണ്ട് പറയണ പൊടി എനിക്ക് അലർജിയായിരുന്നു. I am talking out of my experience. നിങ്ങൾ ഇനി പൊടിയെടുത്ത് വാരി എന്നെ തലേ കൂടിട്ടെന്ന് പറഞ്ഞാലും ഞാൻ എൻ്റെ ഇരുന്ന് കർത്താവിനെ ആരാധിക്കും. Even if you're going to pour dust over me, I will worship him. Hallelujah. Hallelujah. Because I am a praiser. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നവനാണ്. Because I am a one who praises the ഞാൻ Lord. ജീവിതകാലം മുഴുവനും പൊടി നിന്നെ സ്തുതിക്കുമെങ്കിൽ ഞാൻ ജീവിതകാലം മുഴുവനും പൊടിയിലേക്ക് ചേരാനല്ല, എന്നെ പൊടിയിൽ നിന്ന് ഉയർത്തിയവനെ ഞാൻ സ്തുതിക്കും. Can the dust praise you? But I will keep on praising you. Why? Because God can't praise himself. ദൈവത്തെ തന്നെ സ്തുതിക്കാൻ പറ്റുമോ? God cannot exalt or praise himself. സ്തുതിക്കു യോഗ്യനാം യേശുനാഥ, വരുന്നു ഞാൻ ഇന്നു നിൻ സന്നിധേ. അവൻ സ്തുതിക്ക് യോഗ്യനാണ്. He is worthy of all our praise. Hallelujah. Hallelujah. ദൈവം തരുന്നത് കൊണ്ട് കുഞ്ഞെ നീ എന്തോ ചെയ്യും? When God is giving, നീ ഇരുന്ന് പ്രാർത്ഥിക്കുകയല്ലേ, ദൈവം നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ എന്തോ ചെയ്യും? What do you do if God gives you? ഹന്ന പറയാണ്, എനിക്ക് തന്നാൽ ഞാൻ നിനക്ക് അവനെ മടക്കി തരും. The Lord, Hannah says, if you give him, I will give him to you. Hallelujah. Hallelujah. എന്തോ ഒരു ഭയങ്കര മനോഭാവത്തിനകത്തെ വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ, മനോഭാവം, ആറ്റിറ്റ്യൂഡ് മാറ്റേഴ്സ്. See the difference in Hannah's attitude. ഈ പലരും ഉയർന്നു വരാത്തതിന്റെ കാര്യം മനോഭാവത്തിന്റെ പ്രശ്നമാണ്. ആ മനോഭാവം ശരിയല്ലാത്തതുകൊണ്ട് പൊങ്ങി വരത്തില്ല. Many people are not coming up in life because അതുപോലെ the attitude is not മനോഭാവം right. മാറുന്നില്ല. Because the attitude is ചിലർക്ക് not ഞാനൊന്ന് changing. ചിന്ത മനോഭാവം, ചിലർക്ക് ഞാനൊന്നുമില്ല എന്നുള്ള മനോഭാവം. Some people think that they're too much. Some people നമ്മുടെ think മനോഭാവത്തിന് they're വലിയ nothing. പ്രസക്തിയുണ്ട്. Your attitude matters. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന, നന്ദി എന്ന് പറയുന്ന ഒരു മനോഭാവം ആദ്യം ഡെവലപ്പ് ചെയ്തെടുക്കണം. നന്ദി. And foremost, you must develop an ദൈവത്തോടും attitude of മനുഷ്യരോടും ഒക്കെ gratitude. നന്ദിയുള്ളവരായിട്ട് നമ്മൾ ഇരിക്കണം. You must be grateful to God and people. ഞാൻ അതുകൊണ്ട് എപ്പോഴും പറയും, വന്ന വഴികൾ നീ മറക്കരുത്, You must not forget the ways you ഇരിക്കുന്ന came. കൊമ്പ് നീ മുറിക്കരുത്.
Don't cut the branch. you are ആരെങ്കിലും sitting on. ജീവിതത്തിൽ സഹായിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം ദൈവത്തിന് മഹത്വം കരയറ്റിക്കണം. കർത്താവേ, Give എന്റെ glory ജീവിതത്തിൽ for all the people who helped you. I thank God for her. ഈ ജീനാമിക്കായിട്ട് ഞാൻ ദൈവത്തിന് നന്ദി പറയും. എല്ലാ ദിവസവും നന്ദി പറയും. ഞാൻ ഈ രഞ്ജൻമോനായിട്ട് എല്ലാ ദിവസവും ഞാൻ നന്ദി പറയും. I keep thanking God for Ranjan Mohan. കാര്യം എന്റെ ജീവിതത്തിൽ ദൈവം തന്ന അമൂല്യമായിരിക്കുന്ന ഓരോ വ്യക്തികളുണ്ട്, അവരെല്ലാവരും ഞാൻ നന്ദി പറയും. I thank God for the precious people the ഇതിനകത്തിരിക്കുന്ന Lord has given in ഓരോരുത്തരെ my ഓർത്ത് life. ഞാൻ ദൈവത്തിനോട് നന്ദി പറയും. I think about each and every one and I കാരണം praise God. നിങ്ങളാണ് ഞാനിവിടെ നിൽക്കുവാൻ കാരണമായി തീർന്നത്. Because you are the reason why I am here today. ഇന്നിപ്പോ മലയാളം മനസ്സിലാകാത്തവർക്ക് ഇംഗ്ലീഷിൽ കൂടി അത് കിട്ടുന്നതിന്റെ കാര്യം ദൈവം എന്നോട് ചെയ്ത കരുണയാണ്. It is the Lord's mercy that the message is getting translated in എന്റെ അകത്തൊരു English. മനോഭാവം ഉണ്ടോ, ഞാൻ ദൈവത്തോടും മനുഷ്യരോടും നന്ദിയുള്ളവനായിട്ടിരിക്കണം. So I must be grateful to God and people. ഇവിടെ നമ്മൾ ഉയരത്തുള്ളന്നേ. Only then we will come up. നീ എനിക്ക് തന്നാൽ ഞാൻ അത് നിനക്ക് തരും. What you give me, I will give to the Whatever Lord. you give, നീ എനിക്ക് എന്തോ തന്നാലും ഞാൻ അത് നിനക്ക് തരും. Whatever you give it to me, I will നിങ്ങളുടെ give to you. പ്രയോറിറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ട്, പ്രയോറിറ്റി എവിടെയാണ്? ദൈവത്തിനോടാണോ നന്ദി പറയുന്നത്? Whenever you get something, do you have priority to God for what you've received? നിങ്ങളെ ഡെലിവർ ചെയ്യുവാൻ ദൈവത്തിന് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Do you believe that God is able to deliver you? നിനക്ക് എന്ത് കിട്ടണമെന്നല്ല നീ ചിന്തിക്കേണ്ട, ദൈവത്തിന് എന്ത് കിട്ടുമെന്ന് നീ ചിന്തിക്കണം. Not about what you get, but what will God ഇതിന്റെ get. കടബാധ്യതകളെ മാറ്റിയാൽ കർത്താവിന് എന്താ ഗുണം? If your debts are changed, what benefit it is to God? കടബാധ്യത മാറ്റിയാൽ എന്താ ഗുണം? What happens if your debts are removed? How എന്താ does ഗുണം? it benefit God? ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ നന്നായി ജീവിക്കും. Me and my family, we will അങ്ങനല്ലേ live നമ്മൾ well. പെട്ടെന്ന് ചിന്തിക്കുന്നത്? Are you thinking that way? നിങ്ങളുടെ കയ്യിൽ ഇത്രയും പൈസ ഇരുന്നിട്ട് എന്നാ ഗുണം? What is the use of you having so much money in your ദൈവത്തിന് എന്താ hands? ഗുണം? What benefit it is to the Lord? അപ്പോഴും വരുന്നത് ഐ മീ മൈൻ, അതല്ലേ വരുന്നത്. ഞാനും അതാ സ്വയത്തെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് ഒന്നും നടക്കത്തില്ല. Because you've developed yourself, nothing is going to happen in your life. നിങ്ങൾ പലപ്പോഴും ഞാനിത് പറയുന്നുണ്ട്, യു മേ ഡിഫർ. കാര്യം നിങ്ങൾക്ക് ഒരു തർക്കം കാണും, ഞങ്ങളുടെ പല കാര്യങ്ങളും നടക്കും. ആ നടക്കുന്നത് എന്നും ഒരുപോലെ പോകത്തില്ല. അതാണ് വേൾഡ് സിസ്റ്റം. You may differ in opinion. You may think that even otherwise things are happening, but that will not happen like this forever. നിങ്ങൾ നോക്കി, ഇങ്ങനെ അങ്ങോട്ട് പൂത്ത് വരാൻ വേണ്ടി വന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഇത് ഭയങ്കരം വാഴക്കൊലയാന്ന് മനസ്സിലായി. Something was going to flower so well, and you കാര്യം thought അതിന്റെ ആ something big is going കുടം to അങ്ങോട്ട് happen. പൊട്ടി അത് ഇങ്ങോട്ട് വരുന്ന കണ്ടപ്പോഴേ നമ്മൾ വിചാരിച്ചു, അയ്യോ എന്നാ കൊലയായിരിക്കും എന്നറിയോ. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോ കൊലപാതകമായി പോയി. When the flower was just budding, you thought a big fruit is going to come out, but eventually it all got destroyed. ആദ്യമായി റംബുത്താൻ വെച്ച് അതേലങ്ങോട്ട് പൂക്കൾ ഇതെല്ലാം കൂടെ വന്ന് അങ്ങോട്ട് കായ ഉണ്ടാകാൻ തുടങ്ങി, അങ്ങോട്ട് പച്ചിച്ചിങ്ങോട്ട് വന്നതേ ഉള്ളൂ. പിറ്റേ ദിവസം നോക്കിയപ്പോ അണ്ണാനെല്ലാം തിന്നു വെച്ചേക്കുക. You saw the fruit coming up, but then the next day the squirrel ate it all up. ഹല്ലേലൂയ. Hallelujah. രണ്ടാമത്തെ കാര്യം 1 ശമൂവേൽ 1:18. രണ്ടാമത്തെ കാര്യം 1 Samuel 1:17. ഹല്ലേലൂയ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് സ്ത്രീ തന്റെ വഴിക്ക് പോയി. ഭക്ഷണം കഴിച്ചു, അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. നിങ്ങൾ ശ്രദ്ധിച്ച്, സ്പെഷ്യൽ പ്രയറിലേക്ക് വന്നപ്പോൾ പിന്നെ അവളുടെ മുഖം വാടിയില്ല. When she came to a special prayer, you see her countenance was never sad. Was no more sad. കുഞ്ഞുണ്ടായില്ല. The child is not yet born. കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ നിന്റെ പ്രാർത്ഥനയുടെ ഫലം നീ കണ്ടു. Before the child was born, you saw the fruit. ഇതുവരെ അവൾ വീട്ടിൽ ചെന്നിട്ടില്ല. She hadn't even reached home. എൽക്കാന അവളെ അറിയുന്നില്ല. Elkanah hasn't known her yet. പക്ഷെ അതിനു മുമ്പിൽ അവളുടെ സങ്കടങ്ങൾ മുഴുവനും മാറി. ഈ സ്പെഷ്യൽ പ്രയറിനകത്ത് പ്രത്യേക നിനക്ക് തന്നെ മനസ്സിലാവും, ഇന്ന് ഇതിനകത്തിരുന്ന് ആരാധിച്ചപ്പോ എന്റെ കാര്യത്തിനകത്ത് ദൈവം തീരുമാനങ്ങൾ വരുത്തിയിട്ടുണ്ടെന്ന്. You know that even as she prayed, even before Elkanah knew her, even before the child was born, her face was no more sad because she knew it has happened. കുഞ്ഞുണ്ടാകുന്നതിന് മുമ്പേ മുഖം മാറിയെന്ന്, മുഖം പ്രകാശിച്ചു. Her light shone. Her face shone. നമ്മൾ എപ്പോഴും ഓർത്തണം, നമ്മുടെ ജീവിതത്തിൽ നല്ലത് നടക്കുമ്പോഴേ നമ്മുടെ മുഖം നല്ലതായിട്ടിരിക്കും. നമ്മൾ പറയുന്നതും എൻ്റെ ദൈവം നല്ലവൻ ദൈവം എന്ന് പറയുന്നത്. അല്ലാത്ത സമയത്ത് ദൈവം എന്നെ മോശപ്പെട്ട ദൈവമാണ്. മൈ ഗോഡ് ഈസ് ഗുഡ്. വെൻ ഗുഡ് തിങ്സ് ഹാപ്പൻസ് ഹി ഈസ് എ ഗുഡ് ഗോഡ്. വെൻ ബാഡ് തിങ്സ് ഹാപ്പൻസ് നമുക്ക് പ്രാർത്ഥനയില്ല, ഒന്നുമില്ല. How is our face even before good things happen? When good things happen, we say God is good. Otherwise, we say God is not good. You look at her. അവളെ ഒന്ന് ശ്രദ്ധിച്ച്, women of faith. അവളെ നോക്കി, അവളെ വിശ്വാസത്തിന്റെ വനിതയായിട്ട് അവൾ എഴുന്നേറ്റ് വരുവാ.
Look at this woman Hannah, a woman of faith. അവൾ എന്തോ പറഞ്ഞു, അത് സംഭവിച്ചു. What she said happened. പക്ഷെ ഇത്രയും നാളും പറഞ്ഞതല്ല അവള് പറഞ്ഞത്. But she said അവളുടെ something different. പറച്ചിലിനകത്ത് ഒരു മാറ്റം വരുത്തി. In her prayer there was a change. എബ്രായർ 11:6. Hebrews 11:6. വിശ്വാസം കൂടാതെ വായിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആർക്കും കഴിയുന്നതല്ല. കഴിയത്തില്ല. വിശ്വാസമില്ലാതെ ഒരൊറ്റ മനുഷ്യനും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. Without faith it is impossible to please God. രണ്ട് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. Those who come to him must believe. ദൈവം ഉണ്ടായിരുന്ന എനിക്ക് ഇങ്ങനെ വരുമായിരുന്നു. അങ്ങനത്തെ കൺഫ്യൂസ്ഡ് മൈൻഡിൽ ഒരിക്കലും ഒന്നും നടക്കത്തില്ല. നിങ്ങൾ തന്നെ പറ, ദൈവം ഉണ്ടായിരുന്നു ഇതുപോലെ നടക്കുമായിരുന്നു. പിന്നെ ഭയങ്കരം ഈ കുറെ നിരീശ്വരവാദികളുടെ ഫേസ്ബുക്കിലെല്ലാം കേട്ടിട്ട് എൻ്റെ അടുക്കൽ ഓരോരുത്തർ വരും. ദൈവം ഉണ്ടെങ്കിൽ ഉണ്ടോന്ന് പറയച്ച, അച്ഛൻ പറയച്ച, അച്ഛൻ പറയച്ച, എന്നെ കൂടെ കൺഫ്യൂസ്ഡ് ആകും. അച്ഛൻ പറയച്ച ദൈവം E=mc², അതല്ലേ സത്യം? ദൈവമാണോ സത്യം? ഇതാരാണ്ട് എഴുതി വെച്ചിരിക്കുകയല്ലേ? എഴുതി വെച്ചതൊന്നും അല്ലത് കേട്ടോ. ഇത് എഴുതുന്നവൻ്റെ വെളിപ്പാട് ഞാൻ നിങ്ങളോട് പറയാം. ആവർത്തന പുസ്തകം വരെയുള്ള പുസ്തകങ്ങൾ 5 പുസ്തകം, പെൻറ്റ്യൂക്ക് എന്ന് പറഞ്ഞ സാധനം മോശ എഴുതിയതാണ്. പെൻറ്ററ്റ്യൂക്ക് എന്ന് പറഞ്ഞ മോശ എഴുതിയ. The 5 books are written by Moses. നിങ്ങൾ പനോരമ എന്ന് പറഞ്ഞാലേ മോന് മനസ്സിലായില്ല? പനോരമ ഇങ്ങനെ കവർ ചെയ്ത് പിടിക്കത്തില്ലേ? ഏതാ? എൻ്റെ ഫോണിനകത്ത് പനോരമ ഇട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അല്ലെങ്കിൽ ഒരു ഷോട്ട് ഇങ്ങനെ എടുത്ത് പിന്നെ കൂട്ടി ചോദിക്കും. ഇതങ്ങനല്ല. പനോരമ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് ഒരൊറ്റ എടുപ്പിനകത്ത് മൊത്തം എടുക്കാൻ പറ്റും. In panorama view you can take shot horizontally many. ദൈവത്തിന്റെ കൂടെ നടക്കുന്നവനുണ്ടല്ലോ, ഈ പനോരമ പോലെ സാധനം മൊത്തം അവനറിയാം. Those who walk with God knows everything. മോശ എഴുതിയപ്പോൾ മോശയുടെ അവസാനം വരെ മോശ എഴുതി. Moses wrote till the end. പിസ്ഗയുടെ മുകളിൽ കയറുന്ന മോശ എഴുതി വെച്ചു. Moses wrote till he went up Pisgah mountain. എന്തോ അവിടെ സംഭവിക്കുന്നിടം വരെ എഴുതി വെച്ചു. He wrote until then what would happen. അതാ ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവന്റെ അകത്തെ കാഴ്ചപ്പാട്. This is the vision of those who believe that നമ്മൾ God ഹൃദയദൃഷ്ടികളാ. ഇപ്പം നടന്നാ നമ്മൾ കാണും. നമ്മൾ ഇതിനകത്തൂടെ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പം കാണും. മറ്റവൻ കാണുന്നത് എന്താണെന്നറിയോ? നീ കാണുന്നതിന്റെ അപ്പുറത്തെ അവൻ കാണും. We are all short-sighted. We only see temporary things, but he saw beyond. Short-sighted in the sense, short-sighted എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇപ്പോഴത്തെ കാര്യമേ മനസ്സിലാവുന്നുള്ളൂ. You only understand the current things. ഇപ്പൊ എന്ത് നടക്കും? What will happen now, Pastor? Tell me. ഇപ്പം നടക്കുന്നത് അറിഞ്ഞാൽ നീ കണിയാറ്റിയുടെ അടുക്ക് പോയിരുന്നാൽ മതി. നീ വല്ല തത്തയെ എടുക്കുന്നവര് ചീട്ടെടുക്കുന്നവരുടെ അവിടെ പോയിരുന്നാൽ മതി. ഇപ്പം നടക്കുന്ന നാളെ നടക്കുന്നു അവൻ പറഞ്ഞു തന്നെ. You can go to a fortune teller if you want to know what is going to happen now and tomorrow. അസ്ട്രോളജിയോ അസ്ട്രോണമിയോ കാല് നോക്കുന്നവനോ കൈ നോക്കുന്നവനോ മുഖം നോക്കുന്നവന്റെ ഒക്കെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ നാളത്തെയും മറ്റന്നാളത്തെയും അവൻ പറഞ്ഞു തരും. Go to palm readers, astrologers, they'll tell you your എന്റെ fortune. ദൈവം നിന്റെ ഭാവി അങ്ങനല്ല കാണുന്നത്. God did not see your future. ദൈവം എങ്ങനെ നിന്റെ ഭാവി കാണുന്നു അതുപോലെ നീ ആയിത്തീരണമെന്ന സന്ദേശം നിന്റെ അടുക്ക വരുന്നത്. The message that is coming to you is that you must become നീ what God is കാണാൻ intended ആഗ്രഹിക്കുന്ന to be. കാര്യമല്ല ദൈവം കാണുന്നത്. God is not seeing you the way you want to see yourself. ഹല്ലേലൂയ. Hallelujah. ഇന്ന് രാവിലെ അത് വിശ്വസിക്കുന്നുണ്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുക. This morning if you believe, give glory നീ to ഏത് God. തരമാണെങ്കിലും ആരാണെങ്കിലും നാളുകൾ എത്രയായെങ്കിലും നീ വിശ്വാസത്തിൽ കർത്താവിന്റെ കൂടെ നടന്നാൽ അത്ഭുതങ്ങൾ നടക്കും. No matter how long you've been walking with the Lord, if you are with the Lord, you will see miracles. ഏറ്റെടുത്ത് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ മുഖം പ്രകാശിതമാകും. Believe and look at the face of God, your face will 1 shine. യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 14-15 വാക്യങ്ങൾ. 1 യോഹന്നാൻ 1 John 5:14-15. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. അതാണ് ധൈര്യമാണ്, കോൺഫിഡൻസ്. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്ന് അറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു. സൗഖ്യം നിങ്ങളുടെ അവകാശമാണെന്ന് വിശ്വസിച്ചില്ലേ നിങ്ങൾ അങ്ങനെ സൗഖ്യമാവും. And this is the confidence that we have, that if we ask anything in accordance സമ്പത്ത് will be നിങ്ങളുടെ yours. അവകാശമാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ സമ്പന്നത കിട്ടും? If you don't believe that health and finances are your rights, how will you receive them? എന്നോട് ചോദിച്ചാൽ ഞാൻ 2 കാര്യങ്ങളാണ് സാധാരണ വ്യക്തികളോട് പറയുന്നത്. എന്റെ ചർച്ചിനകത്ത് എല്ലാവരും യുവാക്കളാണ്. 2 things I will tell everyone in my church are young. മൈൻഡ് ആണ് എന്റെ ചർച്ചിനകത്തുള്ളവർക്കല്ല, യങ് മൈൻഡ് ആണ്. Those who are in my church has a young mind. That's my confidence. എന്റെ ചർച്ചിനകത്ത് എന്റെ അടുക്ക വരുന്നവരെല്ലാം സമ്പന്നരാണ്. All who come to me are wealthy. Why I say? Because in Christ you are rich. Because in Christ you are rich. You are in Christ, you are young. Amen. Hallelujah. ക്രിസ്തുയേശുവിൽ നീ യൗവനത്തിൽ യുവാക്കളായ മഞ്ഞു വരുമെന്നല്ലേ? നീ ആ യുവാവ്. You are that young person. You are that morning dew. രാവിലെ എഴുന്നേൽക്കുമ്പം ഇങ്ങനെ പുൽത്തുള്ളിയിലിരിക്കുന്ന എന്ത് രസം അത് കാണാൻ, ഇങ്ങനെ ഗ്ലിറ്റർ ചെയ്തിരിക്കുന്ന ആ മഞ്ഞുതുള്ളിയാ നീ.
Look at the beautiful glittering dew early morning. You are യുവാക്കളായ that. മഞ്ഞ് എന്ന് വെച്ചാൽ നശിച്ചു വീഴും, വെയിലടിക്കുമ്പോൾ അതങ്ങ് പോകും. പക്ഷെ നീ നശിക്കത്തില്ല. എത്ര വെയിൽ വന്നാലും, എത്ര ചൂട് തട്ടിയാലും, എത്ര തീക്കത്തൂടെ പോയാലും നിന്റെ മേലുള്ള ആ പ്രകാശം മാറത്തില്ല. Through scorching heat and the sun, the light that is upon you will never fade away. ദൈവഹിതം ചോദിക്കുകയല്ല മക്കളെ ചെയ്യേണ്ടത്, ദൈവഹിതം ഉറപ്പിക്കണം. Instead of asking for God's will, be ദൈവഹിതം sure of ചോദിക്കുന്നവരെല്ലാം God's will. ഉഴപ്പന്മാരുടെ ഉഴപ്പമാണ് ഈ ദൈവഹിതം ചോദിക്കുന്നവര്. Those who keep on asking God's will are എസ്കേപ്പിസം എന്ന് പറയും, രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ആ ദൈവഹിതം വന്ന് നടക്കട്ടെ, ആ ദൈവഹിതം വന്ന് നടക്കട്ടെ. നീ മഹാ ഉഴപ്പന. escapism says that if it's God's will, let it happen. If you are sure about him, നീ ദൈവത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് അത്രമേൽ ഉറപ്പുണ്ടെങ്കിൽ കോൺഫിഡന്റ് ആണെന്ന് പറയും, എന്റെ ദൈവം എനിക്കത് ചെയ്യും. If you are sure of God's will in your life, you will say, my God will do it for അതാ me. തലമുറയുടെ അനുഗ്രഹം എന്ന് പറയുന്നത്, സമാധാനം എന്ന് പറയുന്നത്. ഇത് ആത്മീയം മാത്രമല്ല, ഇതിനകത്ത് ഭൗതികമുണ്ട്. Not just spiritual, there are material blessings also. ചിലർക്ക് ഈ involved. ഭൗതികം പറയുന്ന വലിയ പേടി. അയ്യോ അങ്ങനെയൊക്കെ നമ്മൾ പറയാം, അയ്യോ അങ്ങനെയൊക്കെ നമ്മൾ നിൽക്കാം. ഞാനിപ്പോ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് കണ്ടു തന്നെ പറയും, ഇതെന്നാ ഒരു പുതിയ വേഷം, അതിന്റെ സൗകര്യം ഞാനിടും. ഇതെന്നാ കഴുത്തിൽ ഒരു മാല, അത് ഞാനിടും. ഇച്ചിരി നീളമുള്ള മാല, സ്വർണ്ണമാല ഇടണമെന്ന് എന്റെ ആഗ്രഹം. ആ It's not spiritual things. Some people are allergic to material things. Wearing good clothes. ഞാനിതിട്ടുണ്ട് കുമ്മനാട്ട് കവലയ്ക്ക് പോയി മീൻ വാങ്ങിക്കാനൊന്നും ഞാൻ പോത്തില്ല. I'm not going to I Kumbhanad come market. to a royal place. ഞാൻ എന്റെ അടുക്കൽ വരുന്നവരെല്ലാം രാജാക്കന്മാരാന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഏറ്റവും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് വരും. I wear such clothes because I believe those who come to me are എന്നെ kings and ഒരുത്തൻ priests. കല്യാണത്തിന് വിളിച്ച് ഞാൻ ഇതിട്ടുണ്ട് പോകത്തില്ല. ഞാൻ ഇത് ഇടുന്നത് ചർച്ചിനകത്താണ് ഇടുന്നത്. I only wear this to church, not even for a wedding. കുറച്ചുകൂടെ നല്ല ഭംഗിയായിട്ട് നിൽക്കണം എന്റെ ആഗ്രഹം. I want to stand well in front Because of the I serve royal people. because I serve royal ഞാൻ people. രാജാക്കന്മാരെയാണ് ശുശ്രൂഷിക്കുന്നത്. And because I serve kings, I want to wear well. എനിക്കിപ്പം 300 ഭാര്യമാരെ 700 വെപ്പാട്ടികളെ ഒന്നും ഉണ്ടാക്കാൻ ഒക്കത്തില്ല. I can't make 300 wives and 400 പക്ഷെ എനിക്ക് ആമേൻ concubines. ഏറ്റവും സൗന്ദര്യവും ആരോഗ്യവും ആമേൻ ഫലവിഷ്ടായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആടുകൾക്ക് ജന്മം കൊടുക്കാൻ പറ്റും. But I can give birth to beautiful and productive sheep. ഞാൻ അങ്ങനെ ഒരു നല്ല ഇടയനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. I എന്റെ want to be അകത്ത് such a good shepherd. കൃപയാൽ കർത്താവ് എന്റെ അകത്ത് അപ്പന്റെ ഹൃദയത്തെ തന്നിരിക്കുന്നു. God has given me the heart of a father in me. ഹല്ലേലൂയ. Hallelujah. നിനക്കൊരു ഭവനം ഉണ്ടെങ്കിൽ, നല്ലൊരു ഭവനം ഉണ്ടാകാൻ ആഗ്രഹിച്ച എന്താ കുഴപ്പം? What is wrong in desiring to have a good ചോദിക്കുന്ന home? വല്ലതും കൂടുതലാണോ? Is it too much? നീ കൂനച്ചി പരിക്കാത്ത എന്തിനാ കിടക്കുന്നത്? 2 മുറിയുള്ള പന്ന പരിക്കാത്ത എന്തിനാ കിടക്കുന്നത്? Why നീ are you നിനക്ക് living in നല്ല a small ഭവനം house? ഭവനം വേണമെന്നല്ല നീ പ്രാർത്ഥിക്കണം. ഏറ്റവും നല്ല ഭവനം നിനക്ക് ഉണ്ടാകണം. Ask God for a very good house. അല്ലെങ്കിൽ Hallelujah. ഏതെങ്കിലും ഒരു ചക്ര വണ്ടിയൊക്കെ കയറി നടക്കുന്ന ഏറ്റവും നല്ല വണ്ടി നിനക്ക് കിട്ടണമെന്ന്. You must pray that you will get the best vehicle. കാര്യം നീ ഒരു രാജാവാണ്. Because you are a king. എന്റെ കുഞ്ഞെ, നീ വസ്ത്രം ഇടുവാണെങ്കിൽ മുടങ്ങി രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റ് അതിന്റെ അടിയിൽ നിന്ന് വലിച്ചു കൂരിടുന്നത് എല്ലാം ചുളുങ്ങി പറഞ്ഞിരിക്കുന്നത് പന്നം പിടിച്ച് ഒരു ഇട്ടുകൊണ്ട് വരരുത്. നീ നല്ല ഗെറ്റ് പ്രിപ്പയർഡ് ടു പ്രസന്റ് യുവർ സെൽഫ്. നീ മറ്റുള്ളവരുമേ നീ നിന്നെ തന്നെ മാന്യനും യോഗ്യനുമായിട്ട് കാണിക്കണം. You must present yourself as worthy and good when you present yourself before people. ഹല്ലേലൂയ. Hallelujah. അപ്പോഴല്ലേ നമ്മള് ഈ റോയൽ പ്രീസ്റ്റ്ഹുഡ് എന്നൊക്കെ വിളിക്കത്തുള്ളൂ. രാജകീയ പുരോഹിത വർഗം എന്ന് അങ്ങനെ വിളിക്കുന്നത്. That is why people call you royal priesthood. യു ആർ ഡിഫറെന്റ്. നീ വ്യത്യസ്തനാ. നീ വ്യത്യസ്തനാ. You are different. നീ വ്യത്യസ്തനാ. You are different. കാര്യം നീ ദൈവത്തോട് സ്പെഷ്യൽ പ്രാർത്ഥനയിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. Because you are a one who ദൈവത്തിന്റെ prayed a special പനോരമ prayer നീ with you. കണ്ട വ്യക്തിയാണ്. ദൈവം എന്താണ് നിന്നെ കുറിച്ച് കാണുന്നത് നീ കണ്ട വ്യക്തിയാണെങ്കിൽ നീ എല്ലാവരും ശ്രേഷ്ഠനായിട്ട് തന്നെ ഇരിക്കും. If you've seen the panorama view of God, you will be better than anyone else. ഹന്ന കുഞ്ഞിനെ കാണുന്നതിന് മുമ്പേ തന്നെ നേർന്നു. കുഞ്ഞിങ്ങോട്ട് വരുന്നതിന് മുമ്പേ നേർന്നു. അത് ആൺകുഞ്ഞാണെങ്കിൽ ഞാൻ നിനക്ക് തരും. അതുപോലെ സംഭവിക്കും. Before the child came, she prayed and vowed, if I get a male child, and it happened വിശ്വസിച്ചാൽ so. നീ മാത്രമല്ല നിന്റെ കുടുംബവും രക്ഷപ്രാപിക്കും. If you believe, you and your household shall be saved. സക്കായിയോടൊക്കെ പറഞ്ഞിട്ടില്ല, വിശ്വസിച്ചാൽ നീ മാത്രമല്ല, നീ ഇന്ന് ഇവിടുന്ന് എന്നോട് ഫുഡ് കഴിക്കുന്ന പോലെ നീയും നിന്റെ കുടുംബവും രക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഈ വെള്ളത്തിൽ മുങ്ങി പൊങ്ങി വെച്ച് ഇങ്ങനെ വിശ്വാസിയുടെ ഉണക്ക വിശ്വാസിയായിട്ടിരിക്കുന്നതിന്റെ കാര്യമല്ല ഈ രക്ഷ. നീ യഥാർത്ഥമായി രക്ഷകനെ പരിചയപ്പെട്ടു. You will know your Savior personally. എല്ലാവരും കാണുമ്പോൾ ചോദിക്കും, പെട്ടതാണോ നീ രക്ഷിക്കപ്പെട്ടോ സ്നാനപ്പെട്ടോ? അവൻ പറയും ഞാൻ പെട്ടിരിക്കാന്ന് പറയും. ഒരിടത്ത് പോയി അങ്ങ് പെട്ടിരിക്കും. You keep asking everyone, are you saved? എന്നാലും എന്റെ ദൈവമേ എന്തോ ഒരു പെടിയിലായി പോയി, ഞാൻ ആ പെട്ടിരിക്കും. What kind of a trap I am in? Many people are trapped. ഒരു സ്വാതന്ത്ര്യമില്ല. They don't have any freedom. സ്വാതന്ത്ര്യം എപ്പോഴും എങ്ങനെയാണെന്നറിയോ? യഥാർത്ഥമായ പുത്രത്വം മനസ്സിലാക്കിയവർക്ക് ഭയങ്കര സ്വാതന്ത്ര്യം. Those who truly understand sonship are നീ in വിശ്വാസിയായിട്ടിരുന്ന freedom. എന്തെങ്കിലും കരഞ്ഞോണ്ടിരിക്കത്തേ ഉള്ളൂ. നീ പുത്രത്വം മനസ്സിലാക്കിയാൽ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിൽ നീ കയറി വന്നു. If you are a believer, you will keep crying, but if you know us as a son, you will enjoy യോഹന്നാൻ 8-ാം freedom. അധ്യായത്തിന് 32 തൊട്ട് 36 വരെ വായിച്ചു. എനിക്കെല്ലാം പറയാൻ John 8, സമയമില്ലാത്തതുകൊണ്ട് 32 to 36. 36-ാമത്തെ വാക്യം, സത്യം നിങ്ങൾ അറിയുകയും If you know the truth,
ഏത് സത്യം? നീ അറിഞ്ഞ സത്യം ശരിയായ സത്യമാണെങ്കിൽ ആ സത്യം നിന്നെ സ്വതന്ത്രമാക്കും. The truth that you know is a real truth will അല്ലാണ്ട് set you free. ഉള്ള കാളകളെല്ലാം കൂടെ ഫേസ്ബുക്കിൽ കിടന്ന് പ്രസംഗിക്കുന്ന പ്രസംഗമല്ല. പരിശുദ്ധാത്മാവ് നിനക്ക് തന്ന ദൂത് സത്യമാണെങ്കിൽ The ആ message the Holy സത്യം Spirit നിന്നെ gave you. സ്വതന്ത്രമാക്കും. The message the Holy Spirit gave you, if it is the truth, that truth will set you free. തുറക്കാൻ ഒക്കത്തില്ല, സോഷ്യൽ മീഡിയ തുറക്കാൻ ഒക്കത്തില്ല. അപ്പോഴത്തേക്ക് അലറി കൂകി എന്നൊക്കെയാ പറഞ്ഞു പിടിപ്പിക്കുന്ന അവർക്ക് തന്നെ അറിയത്തില്ല. If you open social media, you see so many യേശു people കർത്താവ് വന്നത് preaching. മനുഷ്യനെ പേടിപ്പിക്കാനല്ല, പേടിച്ചിരിക്കുന്ന മനുഷ്യനെ ആശ്വസിപ്പിക്കാൻ യേശു വന്നു. Jesus Christ did not come to scare people, but to bring out പ്രസംഗിക്കാൻ people അറിയാൻ out of വിചാരിച്ചോണ്ട് fear. എന്താ ഉള്ള കാളത്തരെല്ലാം വിളിച്ചു പറയുന്നത് എന്തിനാണ്? മനുഷ്യന് ആശ്വാസമാണ് വേണ്ടിയത്. People need comfort. പ്രവചനം എന്തോ ആശ്വാസത്തിന്, ഗുണീകരണത്തിന് വേണ്ടി, അവന്റെ കറക്ഷനും അവന്റെ എഡിഫിക്കേഷനുമാണ്, Prophecy എൻകറേജ്മെന്റ് ആണ്. is for reproof and for correction and encouragement and exhortation. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഞാൻ പറഞ്ഞത്. I gave മിസ്രയീം അടിമത്തത്തിൽ ഇരിക്കുക, നീ മേടിച്ചു പോകത്തില്ലേ? That is why one ആ pastor കൊച്ചു നല്ല ചിമ്മിരി കൊച്ച, എൻ്റെ കൂടെ ഒക്കെ വളർന്ന നല്ല ചിമ്മിരി കൊച്ചാണ്ട് പറഞ്ഞു പാസ്റ്റർ പറഞ്ഞു എനിക്ക് മനസ്സിലാകുന്നില്ല പറഞ്ഞു അവൾ എഴുന്നേറ്റ് പോയി. and she said, I don't understand pastor what you're saying, and she got up and went. പാസ്റ്റർ ഇനി ഡീക്കൻ അല്ല ഡീമൻ നിന്റെ അടുക്കുമെന്ന് പറഞ്ഞാലും Deacon or demon നീ says to അറിഞ്ഞ you, സത്യത്തിനെ തുറച്ചിരിക്കണം. you be firm in the truth that you രണ്ടുപേരും ഒരേ know. വസ്ത്രമാണല്ലോ ഇടുന്നത്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡീക്കനും ഡീമനും. Deacon and demon wear the same clothes. What kind of dress are you wearing? You are wearing the robe of righteousness. നീതിയുടെ വസ്ത്രമാണ് നീ ധരിക്കുന്നത്. You are wearing the robe of യേശു righteousness. കർത്താവ് വന്നത് നിന്നെ കുറ്റം വിധിക്കാനല്ല, കുറ്റത്തിൽ ഇരിക്കുന്ന നിന്നെ രക്ഷിക്കാനാണ്. Jesus did not come to condemn you, but to save you from നീ all your sins. വിശ്വാസത്തോടെ ചോദിച്ചാൽ നീ ചോദിക്കണം, ഇന്ന് ചോദിക്കുന്ന ദിവസമായിരിക്കണം. This should be the day you ask റോമർ God. 4-ാം അധ്യായം, സമയം ഒത്തിരി മുമ്പോട്ട് പോകുന്നുണ്ട്, എന്നാലും പറഞ്ഞു തീർക്കാതിരിക്കാം. റോമർ 4-ാം അധ്യായത്തിന്റെ 18, 19, 20 വാക്യങ്ങൾ. നിന്റെ സന്തതി ഇവണ്ണമാകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അവൻ ഏകദേശം 100 വയസ്സുള്ളവനാകിയാൽ തന്റെ ശരീരം നിർജീവമായി പോയതും സാറായുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്താൽ ക്ഷീണിച്ചില്ല. കപ്പാസിറ്റി ഒന്നുമില്ല. 75-ാമത്തെ വയസ്സിൽ കേട്ട അപ്പോഴേ കപ്പാസിറ്റി പോയിരിക്കുക. പിന്നെ 100-ാം വയസ്സിൽ കൊച്ചുണ്ടാകും. അല്ല, പുള്ളി ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. Against hope, contrary to നടക്കാൻ hope, he സാധ്യതയുണ്ട്. believed. ഇപ്പം തന്നെ നിങ്ങൾ പലരും വിചാരിക്കും ഇനിയിപ്പോ എന്നെ നടക്കാൻ, ഇപ്പൊ വയസ്സ് ഇത്രയുമായില്ല. അല്ലല്ല, യു ആർ യങ്. നീ ക്രിസ്തുവിൽ കുഞ്ഞാണെന്ന് വിശ്വസിക്കണം. You must believe that you are young in Christ and it can happen to you. 63 60, ഇനി എത്ര നാളും കൂടെ ഉണ്ട്? I am 63. How many more days left? എന്നോടൊരു പാസ്റ്റർ കഴിഞ്ഞ ദിവസം വിളിച്ച് സങ്കടത്തോടെ പറയാം, അച്ഛാ എനിക്ക് മരിച്ചാൽ മതി. ഞാൻ എത്ര വയസ്സ്? 50 ആയെന്ന്. One pastor cried and said, Acha, I ഞാൻ want to പറഞ്ഞു die at വകുപ്പ് 50 years. അനുസരിച്ച് ഇനി 70 വർഷം കൂടെ ജീവിക്കാൻ വകുപ്പുണ്ടെന്ന്. I said, 70 more years you must live. അപ്പൊ എന്നോട് പറയാം എനിക്ക് വേണ്ടാന്ന്. He said, I don't want. അർത്ഥം എന്തോ? നീ കാഞ്ഞു പോകും That means you will die എന്ന് soon. പറഞ്ഞാൽ നീ മരണത്തെയാണ് കാണുന്നത്. Because you are seeing death. ജീവന്റെ അധിപതിയെ കാണാത്ത നീ ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം? You are not seeing the source of life. What is കാര്യം the നീ use of പറയാൻ പോകുന്ന living? സന്ദേശങ്ങൾ മുഴുവനും മരണത്തിന്റെ സന്ദേശമായി പോകും. Because you will preach about death. ഞാൻ പറയുന്നു, ഇഫ് യു ലിസൺ ടു someone, നീ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ജീവനെ സംസാരിക്കുന്നവന്റെ സംസാരങ്ങളെ കേൾക്കാവൂ. If you're going to listen to someone, listen to the one who preaches life. സ്വാതന്ത്ര്യം സംസാരിക്കുന്നവന്റെ വാക്കുകളെ നീ കേൾക്കാവൂ. Listen to someone who speaks നിന്നെ freedom. പിടിച്ചു കെട്ടുന്നവൻ വേറെ ആരുമല്ല, പിടിച്ചു കെട്ടുന്നവൻ ന്യായപ്രമാണവും ശത്രു സൈന്യങ്ങളുമാണ്. The one that binds you are teachers of the law. യേശു and the വന്നത് enemy. നിന്റെ കെട്ടുകളെ അഴിച്ചുവിടുവാനാ. Jesus came to untie your burden. സത്യം പറഞ്ഞാൽ നീ സ്വതന്ത്രനാകും. When you know the truth, you will be പുത്രൻ free. വരുത്തുന്ന സ്വാതന്ത്ര്യം നീ അറിയണം. You must know the liberty that the Son gives. അതുകൊണ്ടാണ് അവൻ എടുത്തേച്ച് നിന്നെ റോബ് ഓഫ് റൈച്ചസ്നെസ് ഇട്ട് കണ്ടില്ല. ഇനി ആർക്കും ഒന്നും പറയാനൊക്കത്തില്ല, എന്റെ നീതിയുടെ വസ്ത്രം നിന്നെ ഞാൻ അണിയിച്ചിരിക്കും. That is why he has clothed you with the robe of righteousness. നമ്മുടെ ഇടയിലല്ലേ ഉള്ളൂ ഈ കുറ്റം പറച്ചില്. നമ്മുടെ ഇടയിലല്ലേ ഉള്ളൂ ഈ കുറ്റം പറച്ചില്. We are the ones accusing നീ each ഒരു other. മുസ്ലിമിനെ കണ്ടുപിടി, അവൻ അവന്റെ സഹോദരങ്ങളെ കുറ്റം പറയത്തില്ല. You look at a Muslim, he doesn't നീ accuse മതിലിന്റെ a മണ്ടയ്ക്ക് brother. കയറിയിരുന്നോണ്ട് എല്ലാവനെ ആട്ടങ്കം കുറ്റം പറയുമല്ലേ. You are climbing on the wall and accusing all your വേദോസത്തിലെ brethren. 2 വാക്യം നീ കാണാ പിടിച്ചിട്ട് കാണുന്ന മുഴുവനും നിനക്ക് പിശാചായിട്ടാ തോന്നുന്നത്. You learn 2 verses of the Bible and everyone else is an ഇത് തന്നെയാണ് enemy. യേശുവിനെ നോക്കിയിട്ട് പറഞ്ഞത്, നീ ബേൽസബൂബിന്റെ ആളാ. ബേൽസബൂബിന്റെ ആളാ യേശു എന്ന് പറഞ്ഞവന്മാര് ഏതിന്റെ ആൾക്കാരാ? And that is why even about Jesus that he is of Beelzebub. ഹല്ലേലൂയ. Hallelujah. എന്താണ് ഇപ്പൊ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്? What are we wearing? ഒന്നിനും കഴിവില്ല. We can't do ഇതൊന്നും anything. കഴിവില്ലാത്ത കാലത്ത് അബ്രഹാം ക്ഷീണിച്ചു പോകാതെ വിശ്വാസം 100-ാം വയസ്സിൽ ഏത് കൊച്ചുണ്ടാകാനാ? How was it possible for Abraham to give birth at നിന്റെ 100? കഴിവുകളെല്ലാം പോയി. നിന്റെ സെൽഫ് ആമേൻ എന്താ പറയുന്നത്, നിനക്ക് അതൊന്നും കഴിയത്തില്ല. Everything about you died. പക്ഷെ അയാൾ പറയാണ് എന്റെ കഴിവില്ലായ്മയ്ക്കകത്തും കഴിവുള്ള ഒരുത്തൻ എന്റെ കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം.
Although I can't do anything, there's somebody who നിങ്ങൾ can നോക്കിയേ, do it for 3 me. പേര് അബ്രഹാമിന്റെ വീട്ടിൽ വരും. 3 പേര് വന്നത്, 3 പുരുഷന്മാർ വന്നത്. അവരെന്തിനാ വന്നത്? 3 men came to Abraham's house. അവർ വന്നതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട്. ഒരുത്തൻ ഇതിനകത്ത് നിൽക്കും, 2 പേര് സോദോം ഗൊമോറയ്ക്ക് പോകും. One will say here, 2 will go to ഒരുത്തൻ Sodom and അന്ന് രാത്രിയിൽ Gomorrah. അവിടെ താമസിക്കുക. അബ്രഹാമിന്റെ കൂടാരത്തിനകത്ത്, സാറായും അബ്രഹാമും ഉള്ള കൂടാരത്തിനകത്ത് ഒരുത്തൻ താമസിക്കുക. Somebody is staying in a tent where Abraham and മൂന്നാമത്തെ ആൾ Sarah were ആവിയായിട്ടൊന്നും there. പോയില്ല. മൂന്നാമത്തെ ആൾ അതിനകത്തുണ്ട്. കാര്യം നിന്റെ കാര്യപ്രാപ്തി ഇല്ലാത്തതിനകത്ത് കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്ന, നിന്റെ അൺപ്രൊഡക്റ്റീവറിക്കകത്ത് നിനക്ക് പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുന്നവൻ അതിനകത്ത് വന്നിട്ടുണ്ട്. One angel has come into you to make you productive. കാരണം സകല സെൽഫും പൊളിഞ്ഞു. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും? സാറായ 90 വയസ്സായി നിന്റെ സ്ത്രീകളുടെ പീരിയഡ്സ് നിന്ന് പോയി, പതിവ് നിന്ന് പോയ കാലത്ത് നിനക്കെന്ത് ചെയ്യാൻ പറ്റും? When Sarah no more had her periods, what can you do in her നിന്റെ unproductivity? ഗർഭപാത്രം ചുരുങ്ങി ഒന്നുമില്ലാതിരിക്കുമ്പോൾ നിനക്ക് എന്തു ചെയ്യും? ഏത് മെഡിക്കൽ സയൻസിന് എന്ത് ചെയ്യാൻ പറ്റും? When your womb is dried up, what can medical science പക്ഷെ do? വന്നവൻ ആരാന്നറിയോ? വന്നവൻ നിന്റെ അകത്ത് പുതിയ ജീവനെ ഉണ്ടാക്കുന്നവനാ. But the one who came will bring new life in you. സ്റ്റെപ്പ് ഇൻ ടു യുവർ പ്രൊഡക്ടിവിറ്റി. ഇന്ന് നീ കയറണം. നിന്റെ ഉൽപാദന ക്ഷമതയിലേക്ക് നീ കയറാനാണ് നിന്റെ പ്രാർത്ഥന. Today you must pray to step into productivity. യാക്കോബ് 1:6-7 വാക്യത്തിനകത്ത് ഇരുമനസ്സുള്ളവൻ ദൈവത്തിൽ നിന്നൊന്നും കിട്ടത്തില്ലവന്. James 1:17 says, a double-minded man shall receive nothing from the Lord. ഇരുമനസ്സുള്ളവൻ അവൻ അതും ശരിയാ തോന്നുന്നു, ഇതും ശരിയാന്നോ. നിങ്ങൾ അച്ഛൻ പറഞ്ഞത് ശരിയാണ്, പാസ്റ്റർ പറഞ്ഞത് ശരിയാണ്, പിന്നെ ഏതാ വിശ്വസിക്കുന്നത്? Double-minded man will say, this is right, that is also ഇത് right. What കഴിഞ്ഞിട്ട് will I പോയിരുന്ന believe? ഫേസ്ബുക്കിലെ മെസ്സേജ് എല്ലാം കേട്ടിട്ട് പറയും, ഇന്ന് പറഞ്ഞത് പോട്ടെ, പിന്നെ ഏത് വിശ്വസിക്കും? Facebook also says something else. What do I believe? ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഉടനെ അതിന് വേറെ ഏതാണ്ട് അർത്ഥം ഉണ്ടാവും. If something is spoken in English, There does is it only mean one something language. There is only one language. That language is the language of His love. else? Amen. Hallelujah. മനസ്സിലാക്കുന്നുണ്ട്? ഒറ്റ ഭാഷയേ ഉള്ള എന്റെ കുഞ്ഞുങ്ങളെ, ആ ഭാഷ ദൈവത്തിന്റെ സ്നേഹമാണ്. ഒറ്റ മതമേ ഉള്ളൂ, ആ മതം ദൈവത്തിന്റെ സ്നേഹമാണ്. There's only one ഒറ്റ religion, ജാതിയേ that is- ഉള്ളൂ, ആ ജാതി ദൈവത്തിന്റെ മനുഷ്യനാണ്. There's ഇതിനകത്ത് only- കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന, വിഭാഗീയത ഉണ്ടാക്കുന്ന, ഡിവിഷണൽ ഫാക്ടേഴ്സ് നിന്റെ എല്ലാം അകത്ത് കിടക്കുന്ന കുത്തിത്തിരിപ്പിന്റെ ആത്മാവാ. Do not have divisive spirits in you. നിന്നെ പെരയ്ക്കകത്ത് കയറ്റി കഴിഞ്ഞാൽ പെരയുടെ നീ രണ്ടാക്കി കളയും. If you are in a house, don't try to split that house. ഈ ഭാര്യയും ഭർത്താവിനെ രണ്ടാക്കുന്ന ആത്മാവിനെ കൊണ്ട് നടക്കുന്ന. Are you carrying a spirit that divides യേശു husband ഒരു and വീട്ടിൽ wife? ചെന്നിട്ട് ഞാൻ പലപ്പോഴും ലാസർ യേശുവിനോടുള്ള കോൺവെർസേഷനകത്ത് ഇല്ലെങ്കിലും ഈ ലാസർ മരിച്ചാലും യേശു അവിടെ ചെല്ലും. Even though Jesus went to Lazarus' ഞാൻ house, മീറ്റിങ്ങിന് വിളിച്ചിട്ട് വന്നില്ല, അവൻ എന്തെങ്കിലും സംഭവിക്കട്ടെ എന്ന് പറയുന്നവനല്ല യേശു. നീ മരിച്ചു പോയാലും നിന്റെ ആത്മാവിനെ രക്ഷിക്കുവാൻ കഴിയുന്നവനാണിവൻ. even though Lazarus left the house when Jesus came, when he died, Jesus was there to resurrect him. ഇരുമനസ്സുള്ളവൻ ഒന്നും കിട്ടത്തില്ല. The double-minded man receives nothing. അന്ന് ഹന്നയുടെ മുഴുവൻ സിസ്റ്റം മാറി. അതുവരെ അവൾ പിറുപിറുത്ത് ഇരുമനസ്സിലിരിക്കായിരുന്നു. അന്ന് അവൾ അവിടെ ഇരുന്നിട്ട് പറഞ്ഞു, ഒറ്റ മനസ്സേ ഉള്ളൂ, എനിക്ക് നീ കുഞ്ഞിനെ തന്നാൽ ഞാൻ നിനക്ക് തരും. ഒറ്റ തീരുമാനം, that one decision. ആ ഒരൊറ്റ തീരുമാനമാണ് ഈ കഥ മുഴുവനും മാറി ശൗമേൽ ബാലൻ പുറത്തു വരാൻ കാരണമായി തീർന്നു. One decision of Hannah changed the entire story. ഇപ്പൊ തന്നെ കെട്ടണോ വേണ്ടായോ, തുടങ്ങണോ വേണ്ടായോ, ഇങ്ങനെ ഇരുമനസ്സിരിക്കുക. നിനക്ക് എന്ത് സംഭവിക്കണം? ഒന്നും നടക്കത്തില്ല. റോമർ 4:21 Romans 4:21. വായിച്ചോട്ടെ. 4 വാഗ്ദത്തം ചെയ്തത് പ്രവർത്തിപ്പാനും ശക്തനെന്ന് പൂർണ്ണമായി ഉറച്ചു. കണ്ടോ? ആമേൻ. One who promised you വാഗ്ദത്തം is അതാ faithful. പൂർണ്ണ ബോധ്യത്തില്, ഫുള്ളി കൺവിക്റ്റഡ്. He was. ഒരാഴ്ച ചർച്ച വരും, പിന്നെ വരത്തില്ല. നിങ്ങൾക്ക് അങ്ങനെ കൺവിക്ഷൻ ഉണ്ടാകുന്നത്? You come to church one day and then you disappear. How will you have conviction? Are you a visitor or are you the part of the family? Mindedness If is you are that we fully show convicted, laziness. നിന്റെ അകത്ത് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. If you are fully convicted that the Lord will do, He will do. മൂന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ, സമയം എന്തോ എന്തെങ്കിലും മുമ്പോട്ട് പോവുകയാണ്. ആമേൻ. മൂന്നാമത്തെ കാര്യം ശൗമേൽ 1:19 വാക്യം. 1 Samuel 1:19. ആമേൻ. അനന്തരം അവൻ അധികാലത്ത് എഴുന്നേറ്റ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഒരൊറ്റ വാക്കിനകത്ത് അങ്ങ് നിർത്തിയാണ്. ആദികാലത്ത് എഴുന്നേറ്റു. And he woke up early in the Where it morning. starts, 6-ാമത്തെ വാക്യത്തിൽ തുടങ്ങി 19-ാമത്തെ വാക്യത്തിൽ, 6-ാമത്തെ വാക്യത്തിൽ കണ്ട ഹന്നായല്ല 19-ാമത്തെ വാക്യത്തിൽ. The Hannah that you saw in 6 verses is not If the you are Hannah fully that you see in convicted, 19. നിന്റെ അകത്ത് പൂർണ്ണ ബോധ്യം വന്നിട്ടുണ്ട്, പൂർണ്ണ ധൈര്യമാണ് ഉണ്ടാകുന്നത്. If you are fully convicted, then you will be ആരും fully കാണത്തില്ല, നിനക്ക് സഹായത്തിനായിട്ട് നിന്റെ കൂടെ ഒന്നും വരാൻ കാണത്തില്ല. പക്ഷെ നിന്റെ അകത്ത് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ ധൈര്യം, you have that confidence within you. നിന്റെ അകത്തെ ആ കോൺഫിഡൻസ് നോക്കി എന്തൊരു ധൈര്യമാ അത്. What great രാവിലെ confidence വണ്ടി you have ഉണ്ടോ, ഓട്ടോറിക്ഷ inside. കിട്ടുമോ?
ആര് വിളിച്ചിട്ട് വരാനാണ്? ആരോടാ പറയുന്നത്? ഹന്നയുടെ കാലഘട്ടം നോക്കിയേ, ആരെ വിളിച്ചോണ്ട് പോകും? ഇല്ല, അവക്കറിയാം എന്നെ നടത്തുന്നവൻ ആരാന്നറിയാം. Look at അവൾ Hannah. അധികാലത്ത് എഴുന്നേറ്റ് She rose up early in the morning അവൾ അധികാലത്ത് എഴുന്നേറ്റ് ദൈവത്തെ ആരാധിച്ചു. and she worshipped before the Lord. എങ്ങനെ ഒരു മാറ്റം ഉണ്ടാകുന്ന ശ്രദ്ധിച്ചു നോക്കിയേ. See how a change ദൈവം happens. നിന്റെ ജീവിതത്തിൽ നന്മക്കളെ ചെയ്താൽ If the Lord does good സമയഭേദം things, കൂടാതെ അവന്റെ സന്നിധിയിൽ എപ്പോഴും ചെല്ലാൻ അവൻ നമ്മളെ ധൈര്യപ്പെടുത്തി നിർത്തിയിരിക്കുന്നത് കൊണ്ട് He is encouraged us to come to His presence all early the time. morning he worshipped God. Early morning, that is man's expression of his reverence towards God. ദൈവത്തോടുള്ള അവന്റെ മനോഭാവത്തെ കാണിക്കുന്നത്, അവന്റെ ആദരവിനെ കാണിക്കുന്നതാണ്. This is man's expression of his reverence towards God. കരമുയർത്തി പ്രാർത്ഥിക്കുക, അത് ആക്ട് ഓഫ് റെവറൻസ് ആണ്. കരമുയർത്തതിൽ ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. എല്ലാവരും കരമുയർത്തി, അപ്പൊ നമ്മൾ ഇങ്ങനെ ടാറ്റ കാണിച്ചുകൊണ്ടിരിക്കും. പിന്നെ വേറെ സ്റ്റൈൽ ആരാധനയാണ്. ഇങ്ങനെ ഇംഗ്ലീഷുകാരൊക്കെ ഇങ്ങനെ ചെയ്യുന്നത്, ഇംഗ്ലീഷുകാർ ഇങ്ങനെ ചെയ്യുന്നത് വേദപുസ്തകത്തിലുണ്ട്. കരമുയർത്തി എന്ന് പറഞ്ഞല്ല, അതങ്ങനെ കുളിക്കാൻ നനയ്ക്കുകയില്ല, പിന്നെ കഷം പോക്കാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. കരമുയർത്തുന്ന പറഞ്ഞാൽ കരമുയർത്തുക, ദ ആക്ട് ഓഫ് റെഫറൻസ്, ദൈവത്തോടുള്ള ആദരവിനെ കാണിക്കുന്നതാണ്. ഐ സറണ്ടർ, Lifting up your hands this way ഞാൻ shows കീഴ്പ്പെടുക കർത്താവേ, എന്റെ സ്വയമെല്ലാം നിന്റെ മുമ്പിൽ ഞാൻ അടിയറവ് വെക്കുക. you say that, Lord, I'm surrendering നിങ്ങൾ myself in ശ്രദ്ധിച്ച്, your പിതാവിനും presence. പുത്രനും പരിശുദ്ധാത്മാവിനും എന്ന് പറയുന്നത് ഏറ്റവും ദിവ്യമായ പ്രാർത്ഥനയാ, തൃത്വ ആരാധനയാ. ആരാധന സമയത്ത് എങ്ങനെ ഇരിക്കുന്നത്? Trinitarian worship is the most divine form of worship. ആരെ ആരാധിക്കുന്നത്? Whom are you worshiping? ഈ പ്രാർത്ഥനയിൽ ഉടനീളം നിനക്ക് ഇരിക്കാൻ പറ്റുമോ? പറ്റുമോ? മുഴങ്കാലിൽ നിൽക്കുന്നതും മുട്ടുമടക്കുന്നതും കരം കൂപ്പുന്നതും എല്ലാം ദൈവത്തോടുള്ള ആദരവിനെ കാണിക്കുന്നതല്ലേ? Being on your knees and bowing down before God all shows your reverence towards God. ഫലം കാണാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് there is no expression, ഒന്നും കാണിക്കുന്നില്ല. You don't want to see fruit, so there is no എന്നെ expression. ഇനിയിപ്പോ എന്നാ കാലം കാണാൻ, 10, 60, 70 വയസ്സ് ഇനിയിപ്പോ എന്നാ കാണാൻ, നിങ്ങളൊക്കെ അങ്ങ് ചെയ്യുന്നു പറയും. അതുകൊണ്ട് ഈ പ്രായമുള്ളവരുടെ മനോഭാവം കണ്ടിട്ടില്ലേ, നിങ്ങൾ പിള്ളേരെ നിങ്ങൾ ചെയ്തോളാം. So I'm 60, അങ്ങനെ 70, you all do. നിങ്ങൾ കഴിഞ്ഞു എന്ന് പറയാൻ തുടങ്ങിയതാണ് നിങ്ങളുടെ കാലഘട്ടം തീർക്കുന്നത്. You are saying my time is over, that is why your time is over. ഇതിനകത്തിരിക്കുന്ന എല്ലാ പ്രായമായ ചെറുപ്പക്കാരോട് ഞാൻ പറയണം, നീ എപ്പം തൊട്ട് അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയോ നിന്റെ കർട്ടൻ താഴോട്ട് വീഴാൻ തുടങ്ങി. The moment you say that it's time for me, then your curtains will roll Look at down. Caleb. ആ കാലേബിനെ നോക്കിയേ, 85-ാമത്തെ വയസ്സിൽ ഇനി ഏത് മലയാ പിടിക്കേണ്ടത്? At the age of 85, which mountain should I climb? അതായിരിക്കണം ചുറുചുറുപ്പ്, അതായിരിക്കണം യുവാക്കളായ മഞ്ഞ്. That is how we should be. ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല, അതുകൊണ്ട് ഇപ്പൊ ആർക്കും ദൈവത്തോട് കൂട്ടുവെട്ടി കെറുവിച്ചിരിക്കുക. ദൈവത്തോട് ആരാധനയ്ക്ക് പോകാൻ ദൈവത്തോട് കെറുവിച്ചിരിക്കുക. എന്നാലും ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. What I prayed didn't happen. God did ആ this to me. പിറുപിറുപ്പം മാറ്റിക്കുക, പിറുപിറുപ്പം Murmuring മാറ്റിക്കുക. against കരമുയർത്തി God now. പ്രാർത്ഥിക്കുന്ന ആക്ട് ഓഫ് വർഷിപ്പ് ആണ്. Lifting up holy hands is an 1 act of ദിനവൃത്താന്തം worship. 16-ാം അധ്യായം 28-29 വാക്യങ്ങൾ. ഡ്യൂട്രോണമി 16-ാം അധ്യായം, ഫസ്റ്റ് ഡ്യൂട്രോണമി 16. ജാതികളുടെ കുലങ്ങളെ ക്രോണിക്കൽ ദിനവൃത്താന്തം. കർത്താവിന് അവന്റെ നാമത്തിന്റെ മഹത്വം കൊടുപ്പി. Give unto the Lord. കർത്താവിന് കൊടുക്കാനാ പറയുന്നത്. എന്തോ കൊടുക്കണം? എല്ലാം കൊടുക്കണം, മഹത്വം കൊടുക്കണം. Give glory unto the Lord. കർത്താവിന്റെ സന്നിധിയിൽ നമസ്കരിക്കുക. You must worship him in his presence. Whatever you can give, എന്തൊക്കെ കൊടുക്കാൻ പറ്റും അതെല്ലാം കൊടുക്കണം കർത്താവിന്. You must give him what all you നീ കൊടുക്കുന്ന കാര്യം പറയുന്ന കൊടുക്കുന്നതെന്ന് പറയുന്നത് തന്നെ ആരാധനയുടെ ഒരു ഭാഗമാണ്. Giving itself is a part of worship. ആക്ട് ഓഫ് എക്സ്പ്രഷൻ ആണ് നീ കൊടുക്കുന്നതും. Giving is an act of worship. A holiness unto the Lord. ദൈവത്തിന്റെ സന്നിധിയിൽ നീ കഴിക്കുന്ന പ്രാർത്ഥനയായി കൊടുക്കുന്നത് പറയുന്നത് മഹത്വമാണ് കൊടുക്കുന്നത്. Giving to the Lord is your prayer that you make in the presence of God. ആമേൻ. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായം 5-9 വാക്യങ്ങൾ ഞാൻ പറയും. ആരാധനയെ കാണിക്കുക, ആരാധിക്കുന്നവന് വെളിപ്പാടുകൾ ഉണ്ടാകും. Those who worship will have revelations. ഇസഹാക്കിനെ കൊണ്ട് 22-ാം അധ്യായം പറഞ്ഞ ഇസഹാക്കിനെ യാഗം കഴിക്കാൻ കൊണ്ടുവന്ന് പറഞ്ഞ അബ്രഹാം പറഞ്ഞ വാക്കെന്നറിയാം, ഞങ്ങൾ പോയി യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ഞങ്ങൾ പോകുന്നു, ഞാനും ഇസഹാക്കും പോകുന്നു, ഞങ്ങൾ യാഗം കഴിക്കുന്നത് ആരെയാണ്? ഇസഹാക്കിനെയാണ്. പക്ഷെ അബ്രഹാമിനെ അറിയാം ഒന്നും സംഭവിക്കത്തില്ല, ദൈവം കരുതിയിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ മടങ്ങി വരും. Abraham said, we will go worship and come back, because Abraham was sure that the Lord would 16-17 provide. വാക്യത്തിനകത്ത് കാണുന്നത് അവർ മടങ്ങി വന്നു. And they returned together. ദൈവസന്നിധിയിൽ നിനക്ക് നേരോടെ നിൽക്കാൻ കഴിയുന്നുണ്ട്, നീ പറയുന്ന കാര്യത്തിനകത്തല്ല ഉറപ്പുണ്ട്. ഉണർന്നിരുന്നേ. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് നേരോടെയാണെങ്കിൽ നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതങ്ങൾ നടക്കും. If you are sitting well in the presence of God, miracles will happen in your life. എബ്രായർ 7:8. Hebrews 7:8. ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു.
അവിടെയോ ജീവിക്കുന്നു എന്ന് ഇവിടെ മരിക്കുന്ന മനുഷ്യനാ. പാസ്റ്റർ ആരാ? മരിക്കുന്ന മനുഷ്യനാ അല്ലേ? ദശാംശം. ദശാംശം എന്ന് പറയുന്ന ഒരു കാര്യം തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ. ദശാംശം എന്ന് പറയുന്ന സാധനം എന്തുവാ? What is tithe? Mortal men receive tithes. നിങ്ങൾ മലാക്കി 3:10 ഇതിലതൊക്കെ ദശാംശത്തെ കുറിച്ച് പറയും. ദശാംശം 10 അല്ലേ? 10 എന്ന് പറഞ്ഞാൽ എന്തുവാ? ദാറ്റ് ഈസ് ദ സൈൻ ഓഫ് റിഡംഷൻ. വീണ്ടെടുപ്പിന്റെ അടയാളമായി 10 എന്ന് പറയുന്നത്. What does tenth mean? 10 is a sign of redemption. അല്ലേ? 10 പേര് 10 എന്ന് പറയുന്ന കാര്യം എന്തുവാ? വീണ്ടെടുക്കുന്നതിന്റെ അടയാളം. വീണ്ടെടുപ്പ്. Sign of redemption. അല്ലെ? ഇത് എക്സ്പ്രഷൻ ഓഫ് റിഡംഷൻ അല്ലേ? ആ 10 ഇതുവരെ. അപ്പം സകല ശാപത്തിലും ദൈവം നമ്മളെ റിഡീം ചെയ്തിരിക്കുകയാണെന്ന് ബോധ്യമുണ്ടെങ്കിൽ ഇനി 10 അല്ല. If you are confident that the Lord has redeemed you from everything, then you don't give tithe. അവിടെ പറയുന്ന വാക്ക് 10 അല്ല, ഷെയറാ. You must give a share. ആ ഷെയർ എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങളിൽ പലരും ചങ്കൂട്ടി മരിച്ചു വീഴും. What is a share? If I tell you, you will get a heart attack. അതാ ഗലാത്യർ 6:6 എഴുതിയിരിക്കുന്നത്. Galatians പങ്കു കൊടുക്കുക. 6:6. Give me your share. ഞാൻ വിചാരിച്ചു പാസ്റ്ററിനെ എനിക്ക് ആരും ഒന്നും തരണ്ടായ ദൈവത്തെ ഓർത്ത്. Please don't give me ദൈവം എന്നെ anything. ഞാൻ പിന്നെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞു കഴിയുമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടിയാ പറയുന്നത്. പാസ്റ്ററിന് കൈമടക്കം വേണ്ട, വഴിയിലെ പാടും വേണ്ട. I don't need your എന്നെ offering. എന്റെ The ദൈവം Lord നടത്തിക്കോളും. leads me. But I'm saying this നിങ്ങൾ for your ആരും എന്നെ blessing. ഓർത്ത് കരയും സങ്കടപ്പെടുകയും വേണ്ട. നിങ്ങൾ അവരെ വീടുകളെയൊക്കെ ഓർത്ത് കരയുക. പക്ഷെ നിങ്ങൾ കൊടുക്കേണ്ടത് എങ്ങനെയായിരിക്കണം? But how വചനം should we പഠിപ്പിക്കുന്നവന് എല്ലാ നന്മയിലും എന്ത് ചെയ്യണം? ഓഹരി കൊടുക്കണം. Those who teach the word, you must give a share. ഇപ്പം തന്നെ ഹാർട്ട് അറ്റാക്ക് വന്നില്ലേ? മൊത്തം കൊടുക്കേണ്ടി വരും. In everything you must give a share. ഈ പാസ്റ്റ് പറഞ്ഞ് ഞങ്ങളെ മുഴുവൻ പിടിച്ചു വായിക്കുവാൻ തോന്നുന്നു. അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറയുന്നത്. അബ്രഹാമിന് ഭയങ്കര റെവലേഷൻ ആയിരുന്നു. Abraham had great ഈ revelation. കാര്യത്തിനകത്ത് അബ്രഹാമിന് ഭയങ്കര റെവലേഷൻ ആയിരുന്നു. അതുകൊണ്ട് മൽക്കിസദേക്ക് ആരാണ്ട് പറഞ്ഞു മൽക്കിസദേക്കിന് ദശാംശം കൊടുക്കണം. അയാളുടെ അകത്ത് റെവലേഷൻ വന്നപ്പോൾ ഈ ശലോം രാജാവിന് മെലക് സെഡക് 2 ഹെബ്രായ വാക്കുകൾ. സെഡക് എന്ന് പറഞ്ഞാൽ നീതി, മെൽക്ക് എന്ന് പറഞ്ഞ രാജാവ്. കിങ് ഓഫ് റൈച്ചസ്നെസ് ആണ് വന്നിരിക്കുന്നത്. അവൻ ഏത് രാജ്യത്തെ രാജാവ് എന്ന് പറയുക? ശലോം, നീതിയുടെ സമാധാനത്തിന്റെ ദേശത്തെ രാജാവാണ് ഈ നീതിയുടെ രാജാവ്. Abraham had great revelation, and so he gave 1/10 to Melchizedek. Melch means king and Zedek means righteousness. So he was a king of righteousness of Shalom, which means peace, and he gave a tithe to him. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിനാണെന്ന ബോധ്യം നിങ്ങളുടെ അകത്ത് വന്നാൽ that is actually a part of worship. If you think that this is for the Lord, then your ഞാൻ giving is a അവസാനിപ്പിക്കട്ടെ. part of ശമൂവേൽ worship. 1:6 പറയുന്നില്ലേ, ഹന്നായുടെ കഥ മാറിയ ചരിത്രമായി പറയുന്നത്. We are ഹന്നയുടെ കഥ talking മാറി. about how the history of Hannah changed in 1 Samuel 1:6. നിങ്ങൾ നിൽക്കില്ലേ, അൺപ്രൊഡക്റ്റീവ് ആയിരുന്ന ഒരു പെണ്ണ. She was an unproductive woman. ഹല്ലേലൂയ. Hallelujah. അവൾ അത്രേ നാൾ ആണ്ടുതോറും ആലയത്തിൽ പോയി ഒരു ഗുണമില്ല. She went to the temple ഒരു every കൂനിയായ സ്ത്രീ year. 18 വർഷം ആലയത്തിൽ പോയി, വല്ല ഗുണമുണ്ടോ? കിം ഫലം? A crippled woman went to the temple. ബെൻഡ്, 18 വുമൻ years വിത്ത് old. ബെൻഡ്, Yeah. ഇങ്ങനെ കുനിഞ്ഞു കിടക്കാം. അവൾ ആകെപ്പാടെ കണ്ട നിലത്തെ പൊടിയെ കണ്ട. The woman who was bent went to the temple 18 years, but there was no use. പൊടി കണ്ടപ്പോൾ അവള് പറഞ്ഞു, പൊടി എല്ലാം കൂടെ പറഞ്ഞു, ഞങ്ങൾ പോലും ദൈവത്തെ സ്തുതിക്കുക. Even the dust told her, we are also praising God. അന്ന് അവള് മനോഹരമായ 2 പാദങ്ങൾ കണ്ടു 18-ാം വർഷം. But in the 18th year, she saw 2 beautiful നീ feet. കുനിഞ്ഞു നടക്കുവാണെങ്കിലും യേശുവിന്റെ പാദം കാണാൻ പറ്റുന്നുണ്ടോ? അവൻ നിന്റെ തലയെ ഉയർത്തും. If you are bent, but you are able to see the feet of God, അവിടെ He will lift എഴുതിയിരിക്കുന്ന your അവളുടെ head. ബന്ധനത്തിൽ നമ്മളെ വിടുവിച്ചു. 18 വർഷം ബന്ധനമായിരുന്ന ബന്ധനത്തിൽ യേശു കർത്താവ് ഒരു കത്രിക എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ ഇങ്ങോട്ട് കയറി നിന്നേ എന്നിട്ട് കുനിഞ്ഞ് നിന്ന് കാണിക്കാൻ വേണ്ടിയാ. കുനിഞ്ഞ് നിൽക്കുക. ഇങ്ങനെ നിൽക്കുക. കണ്ടോ, ബന്ധനമായിരുന്നു. ഈ ഇവിടെ തലയിൽ നിന്ന് മുട്ടയിലോട്ട് കാലിലോട്ട് പിടിച്ച് കെട്ടി വെച്ചിട്ട് യേശു എന്നിട്ട് കത്രിക കൊണ്ട് കട്ടി ദൂരെ കളഞ്ഞു. ബന്ധനത്തെ അഴിച്ചു. Jesus cut off the chain that was binding her. നമ്മുടെയൊക്കെ ജീവിതത്തിനകത്തെ ഭാരങ്ങൾ ദൈവത്തിൽ നിന്നല്ല. The burdens that we have are നിന്റെ not from God. കഷ്ടപ്പാടും നിന്റെ ദുരിതങ്ങളും നിന്റെ ഇല്ലായ്മകളൊന്നും ദൈവത്തിൻ്റെതല്ല. Your trouble, your burdens are not from the He is a Lord. rich God. ഭയങ്കര ദൈവം, ഗ്ലോറിയസ് ആണവൻ. He is a rich and Whom do you glorious worship? God. നീ ആരെ ആരാധിക്കുന്നു? ഇത്ര മഹത്വമുള്ള ദൈവത്തെ ആരാധിക്കുന്നു. Such a wonderful God you worship. ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി ഞാൻ, ഇത്രമാം സ്നേഹത്തെ എത്ര നാൾ തള്ളി